അവിടെ നിന്ന് തിരിച്ച് കയറി വരാൻ പറ്റാതെ ആ വലയ്ക്കകത്ത് അകപ്പെട്ടിട്ട് ചക്രശ്വാസം വലിക്കുന്ന അനേകായിരം പെൺകുട്ടികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ പൂച്ചയ്ക്കാരും മണി കെട്ടും എന്നതുപോലെ ആരും വലിയ തോതിൽ അതൊന്നും ഹൈലൈറ്റ് ചെയ്യുന്നില്ല. കാരണം എന്തായിരുന്നാലും നമ്മൾ പെട്ടതോ പെട്ടു. ഇനിയിപ്പോ ഇതിൽ നിന്നൊരു മോചനമില്ലല്ലോ. ഇനിയിപ്പൊ അനുഭവം ഇല്ലാത്തവർക്ക്, അവനവന്റെ കുടുംബത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയാം. പക്ഷേ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അത് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ഒരുപാട് അനുഭവങ്ങളുടെ തീച്ചൂളയിൽ കിടന്ന് വെന്ത് ഉരുകുന്ന ഒരു പെണ്ണിന്റെ, ഇസ്ലാമിലേക്ക് അവര് ആകൃഷ്ടയായി ഒരു ലവ് ജിഹാദിൽ അകപ്പെട്ടിട്ടാണ് ഒടുവിൽ അതിൽ നിന്ന് തിരിച്ച് കയറി വരാൻ പറ്റാത്ത ഒരു നെടുവീർപ്പും നിലവിളിയുമാണ് ഇന്ന് നമുക്ക് ഒന്ന് കാണാൻ. അവര് തന്നെ പറയട്ടെ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന്. അതുകൊണ്ടാണ് ഇവര് ക്രിസ്ത്യൻ കുട്ടികളെ തന്നെ അങ്ങനെ വിളിക്കുക ചെയ്തിരുന്നത്. ഇത് ചോദിച്ചാലും അത് അപ്പാടെ വാങ്ങിച്ചു തരികയും എല്ലാം വാങ്ങിച്ചു തരികയും. പ്രണയക്കടിയിൽപ്പെട്ട് മതമാറ്റ കേന്ദ്രത്തിൽ പോലും എത്തപ്പെട്ട താമരശ്ശേരി രൂപതയിലെ ഒരു ക്രിസ്ത്യൻ യുവതി ഇന്ന് ഷക്കീന നുസ്രത്ത് ചേരുകയാണ്. താൻ നേരിട്ട ദുരനുഭവങ്ങൾ ഷക്കീന നുസ്രയോട് പങ്കുവെക്കുകയാണ്. അന്ന് പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴായിരുന്നു ബസ്സിൽ കണ്ടക്ടറായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരൻ. അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ ബസ്സിൽ കയറുമ്പോൾ കാഷ്വൽ ടോക്ക്, അപ്പം അറിയാതെ എങ്ങനെയോ ആ കാഷ്വൽ ടോക്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി. ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഒരു സ്നേഹബന്ധത്തിലായി. അങ്ങനെയാണ് ഞാൻ സ്നേഹബന്ധത്തിലേക്ക് അയാളുമായിട്ട് കൂടുതൽ അടുത്തത്. പിന്നെ കൂടുതൽ നമ്മൾ എന്ത് ചോദിച്ചാലും അത് അപ്പാടെ വാങ്ങിച്ചു തരികയും എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്ന പോലെ കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിനൊന്നും ഒരു ഇതുമില്ലായിരുന്നു. പിന്നെ അതുമാതിരിയായിരുന്നു നമ്മളെ കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്, സ്നേഹിച്ച് ഒരു സ്വന്തം ആളെ പോലെ. അപ്പൊ നമുക്ക് പേരൻസിനോ അവരുടെ ഒരു ഇത് നമുക്കൊന്നും ആവുന്നില്ല. അവരെങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, ആ കെയറിങ് ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഫ്ലോയിൽ അതിൽ വീണുപോയി. മൂപ്പരെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്ന ബേബി ബേബി എന്നായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവരും ബേബി ബേബി എന്നാണ് വിളിക്കുന്നത്, അപ്പം മൂപ്പരെ ക്രിസ്ത്യാനി ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ധൈര്യത്തില് നല്ല കമ്പനിയായി, ഫ്രണ്ട്ഷിപ്പായി. പിന്നെ അതെങ്ങനെയോ അഫെയറിലേക്ക് പോയി. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ലവ് സ്റ്റാർട്ടിങ് എന്ന് പറയും. അത്യാവശ്യം കാണാൻ കൊള്ളായിരുന്നു. ആര് കണ്ടാലും ഒന്നും മോശമൊന്നും പറയില്ല, അങ്ങനെയായിരുന്നു. പിന്നെ സംസാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സംസാരമാണ്. അഞ്ചാറ് വാക്കുകൾ കൊണ്ട് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നതാണ്, തേനായിട്ട് ഒഴുകി വരും അതുപോലത്തെ സംസാരമായിരുന്നു. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരും. ഫുഡായാലും എന്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വാങ്ങിച്ചു തരുമായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ചോണ്ടിരുന്ന പരസ്പരം നിങ്ങൾ എന്താ വിളിച്ചത്? വാവ വാവ. ഞാന് പുള്ളിക്കാരന്റെ വാവാന്ന് മൂപ്പര് എന്നെ വാവ, എന്തുണ്ടെങ്കിലും വാവ. സ്വന്തം പേര് വിളിക്കില്ല. ഇപ്പൊ ഷാഹിന പുള്ളി വിളിക്കില്ല, ഷാ അങ്ങനെയൊന്നും വിളിക്കില്ല. വാവ, ഇവിടെ അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാ അങ്ങനെ പറഞ്ഞിട്ട് സ്നേഹത്തോടെ അങ്ങനെ വിളിക്കുക ചെയ്തിരുന്നത്. അതിന്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്കപ്പ് വന്നിരുന്നു. പക്ഷെ വീണ്ടും യാദൃശ്ചികമായി ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുകയും ആ പ്രണയം വീണ്ടും തുടരുകയും ചെയ്തു. അത് ഒരു വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു. എത്ര വർഷത്തിന് ശേഷമാണ് വീണ്ടും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയും ആ ഒരു പരിചയപ്പെടലും? 4 വർഷത്തിന് ശേഷമാണ് വീണ്ടും കണ്ടുമുട്ടിയത്. അപ്പം ആ 4 വർഷത്തെ ഒരു ബ്രേക്കപ്പിന് ശേഷം, ആ ഗ്യാപ്പിന് ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ എങ്ങനെയായിരുന്നു ഷാജഹാൻ, ആ വ്യക്തിയെ, ഷാജഹാന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അതിനുശേഷം കണ്ടുമുട്ടിയപ്പം എന്തോ എനിക്ക് ഉള്ളിൽ വല്ലാത്ത സന്തോഷം തോന്നി. അപ്പൊ മൂപ്പര് ഭയങ്കര ഒരു നിരാശയോടെ നടക്കുന്ന ഒരു ഇതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അന്നേരം പുള്ളിക്കാരന്റെ നമ്പർ ഒന്നും എന്റെ കയ്യിലില്ല. ഞാൻ മൈൻഡ് ആക്കുക ഒരു കാര്യം ഞാൻ ചെയ്തില്ല, കാരണം ഓൾറെഡി ബ്രേക്കപ്പ് ആയതല്ലോ. പിന്നെ എനിക്ക് അയാളുടെ കൂട്ടുകാരന്റെ കയ്യിൽ ഒരു നമ്പർ കൊടുത്ത് എനിക്ക് നമ്പർ തന്നു. അങ്ങനെ ജസ്റ്റ് ഞാൻ കോൾ ചെയ്തു. അപ്പൊ ഇങ്ങനെ കുറെ സങ്കടങ്ങളും കാര്യങ്ങളും മൊത്തം പറഞ്ഞു. നീ ഇട്ടിട്ട് പോയതിനു ശേഷം എനിക്ക് ഒരു ജീവിതം ഉണ്ടായിട്ടില്ല, എനിക്ക് ആരും ഇതാക്കിയിട്ടില്ല, എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സെന്റിമേറ്റ്. അപ്പൊ അത് കേട്ടപ്പോ എന്റെ മനസ്സലിഞ്ഞു. നമ്മള് പെൺകുട്ടികള് സ്വാഭാവികമായിട്ട് എന്ത് പറഞ്ഞാലും വേഗം മനസ്സലിയില്ല, സങ്കടമായിട്ട് പറയും. അപ്പൊ കരഞ്ഞ് സങ്കടപ്പെട്ട് പറയുമ്പോൾ ഞാൻ അതിൽ വിശ്വസിച്ച് ഞാൻ വീണ്ടും റീക്രിയേറ്റ് ചെയ്തു. അങ്ങനെ അത് വീണ്ടും തുടർന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ തീരെ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ, കാരണം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലും ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോവുകയും വീട്ടുകാർ അറിയാണ്ട് ഒരുമിച്ച് പുറത്തു പോവുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ എത്ര ഇതായാലും തീരെ എന്താ പറയാ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് തന്നെ തോന്നലുണ്ടായി. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് മൂപ്പരോട് ഞാൻ പറഞ്ഞു എന്നെ വിവാഹാലോചനയൊക്കെ വരുന്നുണ്ട്, അപ്പൊ എന്നെ വിളിച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ എന്നെ കൊണ്ടുപോയി. ഞങ്ങള് ഫസ്റ്റ് പുള്ളിക്കാരൻ്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യം അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്, പുള്ളിക്കാരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. അവിടെ ഒരു 3 മാസം നിന്നു. അപ്പം അവിടുത്തെ ഉള്ളൊരു പറഞ്ഞു, അവരുടെ എന്തോ അവര് പോവാൻ പറഞ്ഞു. അപ്പൊ എന്നെ നേരെ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പം വേറെ എവിടെയും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എന്നെ കോഴിക്കോട് ബീച്ചിന്റെ അടുത്തുള്ള തെർബിയത്ത്, നമ്മള് മതം മാറുന്ന സ്ഥലമാണ്, മുസ്ലിംസ് ആവാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന സ്ഥലമാണ് തെർബിയത്ത്.
അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നെ അവിടെ കൊണ്ട് ചേർക്കുകയാണ് ചെയ്തത്. അപ്പം അതിന് മുന്നേ എന്നെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിരുന്നു. അവർ കുറെ കാര്യങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ അതിനെല്ലാം നീ സമ്മതം ആണ് എന്ന് നിന്റെ ഇഷ്ടപ്രകാരമാണ് നീ വന്നതെന്നും വേറെ ഒരാളുടെ കമ്പൽ ഇല്ല, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ അത്രയും മുസ്ലിമിനെ അറിഞ്ഞിട്ട് തീവ്രമായി ആഗ്രഹിച്ച് വന്നതാണെന്നൊക്കെ അവരോട് പറയണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ അവർ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അവൻ എന്താണ് എനിക്ക് പറഞ്ഞു തന്നത് അത് തന്നെയാണ് ഞാൻ അവരോടും പറഞ്ഞത്. അതിലൊരു മാറ്റം വെച്ചില്ല. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അപ്പൊ അനുസരിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അങ്ങനെ തെർബീത്തിൽ എന്നെ കൊണ്ടാക്കി അവരുടെ ഇത് പ്രകാരം അയാൾ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. എല്ലാത്തിനും ഞാൻ അവൻ പറഞ്ഞു തന്ന പോലെ ഞാൻ ആൻസർ ഒക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ മുസ്ലിം ആവുന്നതിന് മുമ്പ് അവര് ഒരു ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്, ഒരു പ്രെയർ ഉണ്ട്. അത് അവർ ചൊല്ലിത്തരും. നമ്മൾ അതനുസരിച്ച് എഴുതി ചെല്ലണം. വിശ്വാസത്തോടെ അവർ എഴുതി ചെല്ലാൻ പറയും. പഹൽഗാമിലൊക്കെ ഷാഹിന അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ പറ്റും കേട്ടോ. കാരണം കലിമ പഠിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിർബന്ധമായിട്ടും കേരളത്തിൽ പഠിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് കലിമ. ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ഒരു പെണ്ണിനെ ഇവര് ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞ് ഇവന്റെ ശരിയായ രീതികൾ മനസ്സിലാക്കി അവൾ ഒഴിഞ്ഞു പോയാലും ശരി, ഇവരാ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി എന്തു മാർഗവും സ്വീകരിക്കുമെന്ന് മാത്രമല്ല അതിലെത്തിച്ചേർന്നിരിക്കും. ഇപ്പൊ ബ്രേക്കപ്പായി 4 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ എത്തുവാണ് അവളെ തേടി. വാവയും ബേബിയും. ശരി, നമ്മൾ വിശ്വാസത്തോടെ അങ്ങനെ ഏറ്റു ചെല്ലണം. അന്നേരമാണ് നമ്മൾ മുസ്ലിം ആവുക. അങ്ങനെ അവരത് ചെല്ലുന്നത് ഞാൻ അതുപോലെ തന്നെ ഏറ്റു ചൊല്ലി. പിന്നെ അതിനുശേഷം കുളിക്കും. ഫുള്ള് കുളിച്ച് അവരുടെ വുളു എടുത്ത വുളു എന്ന് പറയും. അവർ നിസ്കരിക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും ഒക്കെ കഴുകുന്ന ഒരു പ്രക്രിയയാണ്. അതിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അത് നമ്മൾ ബോഡി മോള് തൊട്ട് താഴെ വരെ വെള്ളം ഒഴിച്ച് അവർ ചൊല്ലി തരുന്ന പ്രെയർ ചൊല്ലി നമ്മൾ അത് മുസ്ലിമിലേക്ക് ആവുകയാണ്. അങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി, ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു പെൺകുട്ടി മുസ്ലിമിലേക്ക് ആയി വരുന്നത്. അതോടെ അവൾ ഒരു മുസ്ലിമായി. അങ്ങനെ ഒരു കുട്ടി മുസ്ലിമായി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കസ്റ്റം അനുസരിച്ചിട്ട് ഒരു ജനിച്ച കുട്ടിയാണ്. അവൾക്ക് ഒരു പാപവും ഇല്ല, ഒന്നുമില്ല. അവള് ആദ്യം ഉണ്ടായിരുന്ന കാസ്റ്റിലെ അവൾ എന്തൊക്കെ തെറ്റ് ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ സംശുദ്ധമായി തീരുമെന്നാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ഹജ്ജ് ചെയ്തു വന്നാലും അങ്ങനെ തന്നെയാണ്. ഇന്നലെ വരെയുള്ള എല്ലാ പാപങ്ങളും പുറത്ത് ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുവാണ്. ശരി, ചെയ്തിട്ടുണ്ടോ അതൊക്കെ പൊറുക്കപ്പെട്ടു. അള്ളാഹുവാല അതെല്ലാം പൊറുക്കപ്പെട്ടു. ഒരു പുതിയൊരു ജീവിതമാണ്. ഒരു ചെറിയ കൊച്ചു പിച്ച വെച്ച് നടക്കുന്ന എങ്ങനെയാണോ അതേപോലെ പിച്ച വെച്ച് നടക്കുകയാണ്. അതാണ് അവര് ഒരു മുസ്ലിം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺസെപ്റ്റ്. പിന്നെ ഇത് 2 മാസം അവിടെ 2 മാസം നിന്ന് പഠിച്ച് അവർക്ക് നമ്മൾ മുസ്ലിം ആയി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് അത് തരും. അത് കാണിക്കുമ്പോഴാണ് നമ്മൾക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു ഇതുണ്ടാവുക, ഒരു വിലയിൽ അവർ അംഗീകരിക്കുക. മുസ്ലിംസ് ആയിട്ട് നമ്മളെ അംഗീകരിക്കുക, നമ്മളോട് പെരുമാറുകയൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ 2 മാസം ഒന്നും അവിടെ നിന്നില്ല. ഞാൻ ഒരാഴ്ച അവിടെ നിന്നിട്ടുള്ളൂ. ആ ഒരാഴ്ചയില് ഞാൻ അവിടുത്തെ പ്രയേഴ്സ്, ഫാത്തിഹ, സൂറത്ത്, പിന്നെ നിസ്കരിക്കാൻ അതൊക്കെ എന്നെ ഞാൻ പഠിച്ചെടുത്തു. പിന്നെ നിസ്കരിക്കുമ്പോ തന്നെ അവര് ഇടുന്നത് ഫുള്ള് ഒരു വെള്ള വസ്ത്രമാണ്. ഒരു മക്കനെയൊക്കെ ആയിട്ട് ഫുള്ള് നമ്മുടെ കയ്യോ കാലോ കാലിൽ സോക്സ് ഒക്കെ ഇടും. നമ്മുടെ ഒരു ശരീരം ബോഡിപ്പാട് പുറത്ത് കാണിക്കാൻ പാടില്ല. ഉള്ള ഈ മുഖം മാത്രമേ കാണാൻ പാടുള്ളൂ. അങ്ങനെ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടാണ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നത്. അതും 5 നേരം നമുക്ക് നിസ്കരിക്കണം. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. പിന്നെ അവിടെ കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആയിരുന്നു. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ നമുക്ക് കാണാൻ അനുവാദമില്ലായിരുന്നു. ഒരു ഡോറ്, അതിലൊരു ചെറിയൊരു വാതിൽ, ഒരു കിളിവാതിൽ പോലത്തെ വാതിൽ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നോ ആരെങ്കിലും വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല. ആ വാതിലിന്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ നിയമങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുസ്ലിം ആയതിനു ശേഷം അവർ തന്നെ വേണമെങ്കിൽ നമുക്ക് നിക്കാഹ് ചെയ്തു തരും. കാരണം നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെട്ട് ഇതാക്കിക്കുന്ന അവരുമായിട്ട് അവർ നിക്കാഹ് ചെയ്തു തരും. അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം നമ്മള് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പല ഒരു ഇതുണ്ടാവുമല്ലോ. പക്ഷെ അവിടെ ഫുള്ള് ഒരു സ്ട്രിക്ട്നെസ് ആയിരുന്നു. കാരണം ഇപ്പൊ പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ 7 ദിവസമാണ് നോർമലി ഒരു ഗേൾസിന് പീരീഡ്സ് ആവുക. ആ 7 ദിവസം നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രെയർ ചെയ്യാൻ പാടില്ല, ഒരു കാര്യം ചെയ്യാൻ പാടില്ല അവർക്ക്. നമ്മൾ അതിനുശേഷം കുളിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത നിസ്കാരവും കാര്യങ്ങളായിട്ട് പോകാവുള്ളൂ. അങ്ങനത്തെ ഒരു സ്ട്രിക്ട്നെസ് ഉണ്ട്. പിന്നെ ഞാനൊരു മുസ്ലിം സ്കൂളിലാണ് പഠിപ്പിച്ചത്. കാരണം ജോലി അപ്പൊ അവിടെ കമ്പൽസറി ആയിരുന്നു പാർദ ഇടണം. കാരണം നമുക്ക് ചുരിദാർ ഒന്നും ഇടാൻ വേണ്ടി, ബാക്കി വേറെ കാസ്റ്റിലുള്ള ടീച്ചേഴ്സും ഉണ്ട് അവിടെ. അവർ ചുരിദാർ സാരിയൊക്കെ ഇട്ട് വരുന്നുണ്ട്. പക്ഷെ മുസ്ലിം ടീച്ചേഴ്സ് മസ്റ്റ് ആയിട്ടും പർദ്ദ ഇട്ട് തന്നെ വരാൻ പാടുള്ളൂ. പിന്നെ അവിടെ എനിക്കൊരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ മുസ്ലിമിലേക്ക് വന്നത് കൊണ്ട് അവര് ഭയങ്കരമായിട്ടും
ഭയങ്കരമായിട്ട് കെയർ ചെയ്തിട്ട് അവരുടെ എല്ലാ കാര്യം, കാരണം ഒരു മുസ്ലിമാണ് പുതിയതായിട്ട് അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത് കൊണ്ട് അവർ അത്രയും സന്തോഷപൂർവ്വമാണ് ഒരു കുട്ടിയെ അങ്ങോട്ട് സ്വീകരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാം കിട്ടി. എല്ലാവരും പറയും, എന്നോട് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നീ മുസ്ലിം ആയിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിക്കും, അവർക്ക് വേണ്ടതൊക്കെ തരും, എനിക്ക് വീടൊക്കെ തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു കാര്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ പറയും, വീടും സ്ഥലവും ഒക്കെ അവരാക്കി തരും. പക്ഷെ അങ്ങനത്തെ ഒരു വർത്താനം മാത്രം അവര് പറയും. പിന്നെ അതിന്റെ ഒരു ഭാഗം പോലും ഒരാൾ പോലും വന്നിട്ടില്ല, അത് കിട്ടിയിട്ടില്ല. ഓരോരുത്തരും ഇങ്ങനെ വാഗ്ദാനം പറയാന്നല്ലാതെ അത് നിർവഹിച്ചു തരുന്നില്ല. അവരുടെ കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുന്നുവോ അത്രത്തോളം എല്ലാവരും കൊണ്ടുവരും, അതിന് അവർ സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമുക്ക് ആദ്യത്തെ ഒരാഴ്ചയും അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ അവരുടെ ഇതിൽ നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം ക്രിസ്ത്യാനിയായിട്ട് പിറന്ന ഒരു പെൺകുട്ടിക്കും പറ്റില്ല, കാരണം അതുപോലെ കുറച്ചൊരു സ്ട്രോങ് ആണ് അവരുടെ എല്ലാ നിയമങ്ങളും വരുന്നത്. ഇപ്പൊ നമ്മള് അന്യപുരുഷന്മാരോട് സംസാരിക്കാൻ പാടില്ല. ഇപ്പൊ വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് അധികം അവിടെ നിൽക്കാൻ പാടില്ല, അകത്ത് തന്നെ ഇരിക്കണം. അങ്ങനത്തെ ഒക്കെ കുറെ കസ്റ്റംസ് ഒക്കെ ഉണ്ട്. അത് പ്രത്യേകിച്ചും ഇപ്പം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മായിമ്മയായിരുന്നു. അമ്മായിമ്മയ്ക്ക് ഞാൻ എപ്പോഴും തലയിൽ ഇട്ട് നടക്കണം, തട്ടിട്ടിട്ടില്ലെങ്കിൽ അപ്പൊ അവിടെ തുടങ്ങും, അവിടെ അടിയാണ്. എന്താണ് ഞാൻ തലയിൽ തട്ടിടാത്ത ഷാഹിന എന്നായിരുന്നു ഞാൻ മുസ്ലിം ആയതിനു ശേഷം എന്നെ വിളിച്ചിരുന്ന പേര്. ഷാഹിന ഷാജഹാൻ എന്നായിരുന്നു. അപ്പൊ ഷാഹിന നീ എന്താണ് തലയിൽ തട്ടുന്ന, ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും, അവർ മറ്റുള്ളവർ കണ്ട് എന്ത് വിചാരിക്കും, അവരുടെ കമ്മ്യൂണിറ്റി വന്നിട്ട് മറ്റവർ കണ്ട് എന്ത് വിചാരിക്കും, അങ്ങനെ ഭയങ്കര ഒരു എന്തൊരു ടോർച്ചറിങ് തന്നെയായിരുന്നു. ഇപ്പം അവൻ തന്നെ ആയാലും ഇപ്പൊ എന്തെങ്കിലും ഒരു കേസ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് തന്നെ ഇപ്പൊ ഡെയിലി നമ്മളത് മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ കുത്തി അത് പറഞ്ഞ് അത് വേദനിപ്പിക്കും. അങ്ങനത്തെ കുറെ കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും ഞാൻ മടുത്തു. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ വീട്ടിലേക്ക് പോകണം എന്ന് അന്നേരമാണ് നമ്മൾ പേരൻസിനെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ ചിന്തിച്ചു എന്റെ പേരൻസിനെ കുറിച്ച്. നമുക്ക് കിട്ടിയ ആ ഒരു വീട്ടിലെ ഒരു സുരക്ഷിതത്വവും ഇതൊക്കെ പുറമെ കിട്ടൂല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്റെ വീട്ടിലേക്ക് സ്വമേധയാ ഞാൻ തിരിച്ചു വന്നു. ഞാൻ എന്റെ പേരൻസിനോട് മാപ്പൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ അവരെന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കിയ ആളുകൾ തിരിച്ചു വരും. ചിലരാണെങ്കിൽ ഒരു ഈഗോ ഉണ്ടാവും, അഖില ഹാദിയയെ പോലെ. കാരണം ഇത്രയും അട്ടഹാസമുണ്ടാക്കി, കോളിളക്കമുണ്ടാക്കി, സ്വന്തം പിതാവിനെ വരെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി, മാതാവ് എനിക്ക് വിഷം തരുമെന്ന് എനിക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞ് പോലീസ് എസ്കോർട്ട് വരെ വെച്ചിട്ട് പിന്നീട് ഈ മതത്തിലേക്ക് തന്നെ തിരിച്ചു പോയാൽ സോഷ്യൽ മീഡിയ എടുത്ത് പഞ്ഞിക്കിട്ടാലോ എന്ന ഭയം. ഇപ്പം ഈ പെണ്ണൊരുത്തി കൃത്യമായിട്ട് എന്താണ് അവര് എന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നതാ. എനിക്കത് വേണ്ട എന്ന് മനസ്സിലാക്കി. കാരണം കുടുംബക്കാരോട് പോലും, സ്വന്തം പിതാവിനോട് പോലും, സഹോദരനോട് പോലും സംസാരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. കാരണം ഇസ്ലാമിലേക്ക് വന്നതാണല്ലോ. മറ്റുള്ളവരെന്ത് പറയും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അത് അവർക്ക് വിചാരിക്കാനുള്ളതല്ലേ. അവരങ്ങ് വിചാരിച്ചോട്ടെ എന്ന് ഇവര് വിചാരിക്കുമോ? ഇല്ല. അപ്പോൾ ഈ പെണ്ണ് ചുരുക്കം പറഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഷാജഹാൻ എന്ന് വിളിക്കുന്ന ബേബി അല്ലെ, ആ ബേബിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇസ്ലാം എന്ന പൊട്ടക്കിണറ്റിൽ നിന്ന് അത് അതിസാഹസികമായി രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. എല്ലാവർക്കും ഈ ചങ്കൂറ്റം കാണില്ല. കമല സുരയ്യയെ പോലെ അതിനകത്ത് പെട്ടു. പിന്നീട് അതിൽ നിന്നൊരു മോചനമേ ഇല്ല തനിക്ക് എന്ന് വിചാരിച്ച് ജീവിതം സ്വയം ഹോമിക്കാൻ തീരുമാനിക്കാതെ പെട്ടടത്ത് നിന്ന്, വീണടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ചങ്കൂറ്റമാണ് ഒരു വ്യക്തിക്ക് വേണ്ടത്. പോന്നതിന് ശേഷം തന്നെ ഞാൻ ശരിക്കും ജീവിതം എന്താണെന്ന് ഒന്നും കൂടെ അറിഞ്ഞ് ഇസ്ലാമിലേക്ക് പോയി, മുറിയനെ വിശ്വസിച്ചു, പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വന്ന് കുടുംബക്കാരുമായി ഇണങ്ങിയപ്പോഴാണ് ശരിക്കെന്താണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് ഞാൻ തിരിച്ചറിയുന്നത് എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഇപ്പം സ്വന്തമായിട്ട് നന്നായി ജോലി എടുക്കുന്നതുകൊണ്ട് എനിക്കൊരു മോളുണ്ട്. അവളെ നന്നായിട്ട് നോക്കുന്നു. എന്റെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പഠിത്തം എല്ലാ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫാണ് ഇപ്പൊ എനിക്കുള്ളത്. ആ ഒരു ദുരന്ത ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ അത്രയും ദൈവത്തിന് അനുഗ്രഹം ഞാൻ പറയാണ്. കാരണം എന്റെ അമ്മേന്റെ ഒക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. എന്തുണ്ടെങ്കിലും ഞാൻ എന്റെ അമ്മേനെ വിളിച്ച് പറയായിരുന്നു. എന്നെ പോലത്തെ ഒരു ഗതി ഒരു പെണ്ണിനും ഇനി ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാനിപ്പം എല്ലാ കാര്യങ്ങളും ഇവിടെ തുറന്നു പറയുന്നത്. മതമാറ്റ കേന്ദ്രത്തിൽ ചെന്നപ്പോഴുള്ള അനുഭവം എങ്ങനെയാണ്? ശരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഷോക്കായി പോയി. കാരണം എന്ന് വെച്ചാല് എന്നെ പോലെ തന്നെ ഒരു 25ഓളം പെൺകുട്ടികൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതും ഹിന്ദു ക്രിസ്ത്യാനി സമൂഹത്തിൽപ്പെട്ട കുട്ടികൾ തന്നെയായിരുന്നു. ആദ്യത്തെ ദിവസം എല്ലാവരും പരിചയപ്പെട്ടു. കൂടുതലായിട്ട് ഒരു 2-3 പേരൊക്കെ നല്ല ക്ലോസ് ആയിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു.
അപ്പൊ അവര് ഓരോരോ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു, അവരെങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നും അതിൽ പെട്ട ചതികളും പിന്നെ വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അവര് ഇങ്ങോട്ടേക്ക് വന്ന് അവര് ഇങ്ങനെ മതം മാറിയിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കും എന്നൊക്കെ വിശ്വാസത്തോടെയാണ് വന്നത്. അപ്പൊ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നല്ലോ. പിന്നെ കുറച്ച് നാളത്തിന് ശേഷം എനിക്ക് അറിയാൻ പറ്റി, എന്റെ കൂടെ തന്നെ നിന്നിരുന്ന ഒരു പെൺകുട്ടി, അന്ന് തന്നെ അവൾക്ക് ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവള് അന്നേരമാണ് അറിഞ്ഞ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. വിവാഹത്തിന് വേണ്ടി പ്രഗ്നന്റ് ആയിരുന്നു. അതിന് കുറച്ച് ഇതിന് ശേഷം ആ കുട്ടി പ്രഗ്നന്റ് ആയി. ഞാൻ വിചാരിച്ചു അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, അവളുടെ ചെക്കൻ്റെ കൂടെ പോയിരുന്നു. പക്ഷെ അങ്ങനെ നടന്നില്ല. അവളൊരു കുട്ടിയെ, ഒരു പെൺകുട്ടീനെയാണ് അവള് ഡെലിവറി ചെയ്തത്. എന്നിട്ട് അവളെ ഉപേക്ഷിച്ച് പോയി. അവൾ കൊണ്ടുപോയില്ല. മതം മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നു. പിന്നെ അവൻ തിരിച്ചു കൊണ്ടുപോയില്ല. അങ്ങനെ ഒത്തിരി പെൺകുട്ടികൾ ഈ ചതിക്കുഴിയിൽ പെട്ടിട്ട് ഇതേപോലെ ഈ മതം മാറി അവിടെ വന്നു വരുന്നുണ്ട്. അവർക്കൊരു അതറിയില്ലേ, മതം മാറ്റ കേന്ദ്രത്തിലേക്ക് എത്തിക്കുക എന്നതുവരെ മാത്രമേ ഇവർക്ക് ഡ്യൂട്ടിയുള്ളൂ. അവരെ പ്രണയക്കെണിയിൽ വീഴ്ത്തുക, വേണമെങ്കിൽ വയറ്റിൽ ഒരു പ്രോഡക്റ്റിനെ ഉൽപ്പാദിപ്പിച്ചാലും പ്രശ്നമല്ല. അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ലവ് ജിഹാദോ നാർക്കോട്ടിക് ജിഹാദോ അതിന്റെ വിഷ്വൽസ് എടുത്തു വെക്കുകയോ ഫോട്ടോസ് എടുത്തു വെക്കുകയോ വീഡിയോ ചാറ്റ് സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യണം. ആ മതം മാറ്റ കേന്ദ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പണവും വാങ്ങി ബൈ പറഞ്ഞ് രക്ഷപ്പെടാം. എന്താ പറയാ, ഒരു സെക്യൂരിറ്റിയും ഇല്ല. ഒന്നിച്ച് ജീവിതം തുടങ്ങി. അപ്പോൾ നിങ്ങൾ നിയമപരമായിട്ട് എവിടെയെങ്കിലും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നോ, അല്ലെങ്കിൽ മതപരമായിട്ടായിരുന്നോ നിങ്ങളുടെ വിവാഹം, നിക്കാഹ്? ഞങ്ങള് നിയമപരമായിട്ടും ഒരു കാര്യം ചെയ്തിട്ടില്ല. ആദ്യം തന്നെ ഞങ്ങൾ ഒരു എന്താ പറയുക, ലിവിങ് ടുഗദർ പോലെ ലൈഫ് ആരംഭിക്കുകയാണ് ചെയ്തത്. എവിടെയും രജിസ്റ്റർ ചെയ്യാൻ പുള്ളിക്കാരൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഞാൻ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞാലും വേണ്ട എന്നുള്ളൊരു മറുപടി മാത്രമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അങ്ങനെ പറയും. നിങ്ങൾക്ക് ശ്രദ്ധ വാൾക്കർ എന്നൊരു പെൺകുട്ടിയെ കുറിച്ച് അറിയാമോ? നിങ്ങൾ നിർബന്ധമായിട്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കേണ്ടുന്ന ഒരു പേരാണ് ശ്രദ്ധ വാൾക്കർ. അഫ്താബ് അമീൻ പൂനവാല. ഈ പയ്യനും ഇതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ ആദ്യം നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ആരാ? നമ്മുടെ കുടുംബക്കാരാ. ആദ്യം അവരെയാണ് ശത്രുപക്ഷത്ത് നിർത്തുക. പിന്നെ ഇതിനെന്ത് സംഭവിച്ചാൽ ആര് നോക്കാനാ? ഒരു പട്ടിയും ഇല്ലല്ലോ തിരിഞ്ഞു നോക്കാൻ. അപ്പൊ ഈ പെൺകുട്ടിയെ വലയിലാക്കി കൊണ്ടുപോയി രണ്ട് വീട്ടുകാരെയും വെല്ലുവിളിച്ച് താമസം തുടങ്ങി ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പെണ്ണിനെ കാണാനില്ല. പിതാവും സഹോദരനും പോലീസിൽ പരാതി നൽകുന്നു. അവര് താമസിച്ച ക്വാർട്ടേഴ്സിൽ, ഫ്ലാറ്റ് ആണെന്ന് തോന്നുന്നു, അവിടെ എത്തുന്നു. ലോക്ക് പൊട്ടിക്കുന്നു. പോലീസ് അകത്ത് കയറുന്നു. എല്ലായിടവും അന്വേഷിച്ചു. മകളുടെ മൊബൈൽ ഫോൺ അവിടെയുണ്ട്. സ്ഥിരമായി ഉപയോഗിക്കുന്ന ചെരുപ്പും ബാഗും എല്ലാം അവിടെയുണ്ട്. അപ്പോൾ മകളും ഇവിടെ തന്നെ ഉണ്ടാകണം എന്ന് പിതാവ് ഉറച്ചു. എല്ലായിടത്തും നോക്കി, മകളെ കണ്ടില്ല. തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ ഒരു ഭീമാകാരമായ ഫ്രിഡ്ജ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെടും. ഇവര് 2 പേർക്ക് താമസിക്കാൻ എന്തിനാണ് ഇത്രയും വലിയ ഒരു ഫ്രിഡ്ജ് എന്നായി. അങ്ങനെ ആ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ഫ്രീസറിൽ ഒരു തലയിരിക്കുന്നു. ശ്രദ്ധ വാൾക്കറിന്റെ തല. പിതാവും സഹോദരനും ബോധരഹിതരായി. ബാക്കി കറുത്ത കവറുകളിലാക്കി ഫ്രിഡ്ജിനകത്തുണ്ടായിരുന്നു. കുറച്ചൊക്കെ ആ ഡൽഹിയുടെ പല ഭാഗങ്ങളിലും ഉപേക്ഷിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗം ഭദ്രമായിട്ട് കവറിനകത്താക്കി അതിനകത്തുണ്ടായിരുന്നു. എന്താ കാരണം? നമുക്ക് വിവാഹിതരാകാം, ലിവിങ് ടുഗദർ അവസാനിപ്പിക്കാം, നമുക്ക് വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ഭാര്യ ഭർത്താവ് മക്കൾ കുടുംബം അങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ശ്രദ്ധ വാൾക്കർ പറഞ്ഞത് ഇറച്ചി വെട്ടുകാരനായിട്ടുള്ള അഫ്താബ് അമീൻ പൂനവാലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ ഇറച്ചി വെട്ടും പോലെ നുറുക്കി. സ്വാഭാവികമായിട്ട് പരിപാടി വന്ന് ഫസ്റ്റ് രജിസ്റ്റർമാരിലുള്ള വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി വേറെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നെ എനിക്കൊരു മോളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഞാനൊരു മുസ്ലിം സ്കൂളിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവിടുത്തെ മാനേജ്മെന്റ്, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഒക്കെയാണ് ഇങ്ങനെ നിങ്ങൾ ലിവിങ് ഇതിൽ പോയാൽ ശരിയാവില്ല, നിങ്ങൾക്ക് ഒരു കുട്ടിയാണ് വന്നത് എന്ന് അവർ പറഞ്ഞു. അങ്ങനെ വളരാൻ പാടില്ല, അപ്പൊ നിങ്ങൾ എന്തായാലും നിക്കാഹ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പരമ്പൊയിൽ ഒരു ഉസ്താദിന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് നിക്കാഹ് ചെയ്യിപ്പിച്ചു. പക്ഷെ രേഖകളും കാര്യങ്ങളും എവിടെ സൈൻ ചെയ്യൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് ഒരു 2-3 സാക്ഷികളെ വെച്ചിട്ട് അവര് നിക്കാഹ് ചെയ്യിപ്പിക്കുക ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഇവൻ എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നതിന് മുന്നേ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു നിക്കാഹ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന മഹലിൽ നിന്ന് ഷാഹിന എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്ത അഡ്രസ്സൊക്കെ വെച്ചിട്ട്, അവന്റെ അഡ്രസ്സൊക്കെ വെച്ചിട്ട് ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ആര് ചോദിച്ചാലും ഞങ്ങൾ നിക്കാഹ് ചെയ്തു അങ്ങനെ പറഞ്ഞായിരുന്നു ജീവിച്ചിരുന്നത്.
അപ്പൊ ഈ അതിനുശേഷം ഇപ്പൊ നിക്കാഹ് ചെയ്തപ്പം അങ്ങനെ നിക്കാഹ് കഴിഞ്ഞല്ലോ. അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റിനും ഒരു ഇതായി. പക്ഷെ ആ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല. എന്നാലും ആര് കാണിച്ചാലും അതൊരു വാലിഡിറ്റി പോലെ. അങ്ങനെയാണ് അവന്റെ വീട്ടിലും നാട്ടിലും ഇവിടെ എല്ലാവർക്കും നമ്മൾ നിക്കാഹ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ എന്റെ മോളെ ഡെലിവറി ചെയ്ത് കിടക്കുന്ന സമയത്ത് എന്റെ അമ്മായിമ്മേനെ വായിന്ന് തന്നെ എന്റെ തൊട്ടരികത്തിരുന്ന് എന്റെ അമ്മായിമ്മ മോന്റെ ചരിത്രം മൊത്തം പറയായിരുന്നു. അവൻ അവിടുന്ന് ഒന്ന് കല്യാണം കഴിച്ചു, രണ്ടാമത് ഇവിടുന്ന് കല്യാണം കഴിച്ചു, മൂന്നാമത് അവിടുന്ന് കല്യാണം കഴിച്ചു, നാലാമത് ഇവിടുന്ന് കല്യാണം കഴിച്ചു, അങ്ങനെ ഹിസ്റ്ററി. അപ്പം ആ പ്രസവിച്ച് കിടക്കുന്ന ഒരു പെണ്ണിന്റെ മുന്നിൽ നിന്ന് ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ എത്രമാത്രം ഹൃദയവേദനയായിരിക്കും അതുണ്ടാവുക. അതിനുശേഷം ഒക്കെ ഞാൻ പറഞ്ഞു അത് പ്രശ്നമില്ല, അതെന്തായാലും പാസ്റ്റ് ഇസ് പാസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. പക്ഷെ അപ്പം ആ പ്രണയിച്ച ആ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞത് ആ 4 പേരെ വിവാഹം കഴിച്ചു എന്നിട്ട് ഡിവോഴ്സ് ചെയ്യുകയാണ് ചെയ്തത്. അതിനകത്ത് എല്ലാ പെൺകുട്ടികളും മുസ്ലിം ആയിരുന്നു. എങ്ങനെയായിരുന്നു? അതില് 3 പെൺകുട്ടികൾ മുസ്ലിം ആയിരുന്നു. അവരെ വിവാഹം കഴിച്ചു, അവരെ ഡിവോഴ്സ് ചെയ്തു, മൊഴി ചൊല്ലി. അതില് ഒരു പെണ്ണിന്, ഒരു മുസ്ലിം കുട്ടിക്ക് ഒരു മോളുണ്ട്. ഇപ്പം 6ാം ക്ലാസ്സിലും കണ്ടാണ് കുട്ടി പഠിക്കുന്നത്. അവരുടെ വീട് കാസർഗോഡാണ് അവർ പഠിക്കുന്നത്. പിന്നെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയായിരുന്നു അഫെയർ. അപ്പം ഞാനുമായിട്ട് ബന്ധമുള്ള സമയത്ത് തന്നെ ഈ പെൺകുട്ടി ആയിട്ടും അവന് അഫെയർ ഉണ്ടായിരുന്നു, ഡീപ്പായിട്ടുള്ള അഫെയർ തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു പ്രോബ്ലം അറിഞ്ഞത് കൊണ്ട് ആ കുട്ടി പിന്നെ വേറെ വിവാഹം കഴിച്ചു പോയി. അങ്ങനെ ഒരു കേസ് ഉണ്ടായത്. അവനോട് ചോദിച്ചു എന്തുകൊണ്ട് ഈ എല്ലാ മുസ്ലിം ബോയ്സും ഈ ക്രിസ്ത്യൻ കുട്ടികളെ തന്നെ നോക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ മറുപടി, ഈ ക്രിസ്ത്യൻ കുട്ടികളൊക്കെ ശരിക്കും ഒരു പൊട്ടത്തിലാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. കാരണം അവരുടെ കൺട്രോളിൽ നമ്മൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾ വരും എന്നുള്ള ഒരു കോൺഫിഡന്റ് ഈ മുസ്ലിം ബോയ്സിനുണ്ട്. അതുകൊണ്ടാണ് ഇവര് ക്രിസ്ത്യൻ കുട്ടികളെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഇവരെ വളയ്ക്കാൻ വേണ്ടി നോക്കുന്നത്. അതെനിക്ക് ഇവന്റെ വായിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. 1ഉം 2ഉം കേസൊന്നുമല്ല, 5-6 കേസുകൾ തന്നെ. ഇവൻ ഡെയിലി ഫോണിൽ, ഫുൾ ടൈം ഫോണിലാണ്. കാരണം മെസ്സേജിങ് ആണ്, കൂട്ടുകാരന്മാരുടെ ഭാര്യമാര്, പിന്നെന്താണ് കാണുന്ന പെൺകുട്ടികൾ, ചെറിയ +2 വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വരെ ഇവർ മെസ്സേജ് ചാറ്റിങ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതുമല്ല, ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ലവ് ലെറ്റർ കൊടുക്കുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു ഭാര്യ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ടീച്ചറാണെന്ന് അറിഞ്ഞിട്ടും അവിടുന്ന് സ്വന്തം ഭർത്താവ് ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ലവ് ലെറ്റർ കൊടുക്കുമ്പോൾ ആ പെണ്ണിന്റെ ജീവിതം അവിടെ എന്താവും? അപ്പം എങ്ങനെയാണ് ആൾ അവിടെ എത്തിപ്പെട്ടത്? എത്തിപ്പെട്ടത് ജോലിയൊന്നും ഇല്ലാണ്ട് നടക്കുമ്പോൾ എന്നെ അവിടെ ആക്കിയിട്ട് പുള്ളിക്കാരൻ നാട്ടിലേക്ക് വരുവായിരുന്നു. അപ്പൊ ഞാൻ അവിടെ തനിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു ഒരു ജോലി എങ്ങനെയെങ്കിലും ആക്കി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ സ്കൂളുകാരോട് പറഞ്ഞിട്ട് ആ സ്കൂളില് ബസ്സിൽ തന്നെ ഒരു ഡ്രൈവറായിട്ട് ജോലി വാങ്ങിച്ചു കൊടുത്തിരുന്നു. അത് എന്റെ ഒരു മനസാക്ഷ്യം കൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്ത. പക്ഷെ അവിടെ ജോലിച്ച് വാങ്ങി കൊടുത്തിട്ടും തന്നെ എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കാരണം എന്നെ വെച്ചിട്ട് ഫുള്ള് ഒരു ഫ്രോഡ് കളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫ്രോഡ് കളിയാണ്. അതിനുശേഷം എന്താ പറയാ, എനിക്ക് ആദ്യത്തെ ശരിക്കും അവനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് തന്നെ പറയാം. അങ്ങനെ കുറച്ച് ഞാൻ അകന്നകന്ന് വന്നു. പിന്നെ നാട്ടിലേക്ക് സെറ്റിലായി കഴിഞ്ഞപ്പോൾ 2-3 പെൺകുട്ടികളായിട്ട് വീണ്ടും അഫെയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇത് ഒരിക്കലും നിർത്തൂല. അതും എന്നെ ഒരു ബാക്ക് സൈഡിൽ വെച്ചിട്ടാണ് ഇവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആര് ചോദിച്ചാലും എനിക്കറിയാം, ഷാഹിനയ്ക്കറിയാം, അവളെ അറിയാം, അങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിശ്വസിച്ചു. അപ്പം എന്നോട് വന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഫ്രണ്ട്സ് ആണ്, വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മളെ എന്താ ഒരു പൊട്ടത്തി അല്ലെങ്കിൽ ഒരു മന്ദബുദ്ധിയാക്കി നമ്മൾ എന്ത് വിശ്വസിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാക്കിയിട്ടായിരുന്നു ആ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ പാസ്പോർട്ട് എടുക്ക്, നമുക്ക് ഗൾഫിൽ പോവാം, അവിടെ സെറ്റിൽ ആവാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് പാസ്പോർട്ട് എടുക്കാം, അങ്ങനെ ആദ്യം പറഞ്ഞു. പിന്നെ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ഒരു ഇതുണ്ട്, നമ്മള് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നല്ലൊരു പൈസ കിട്ടും. അപ്പൊ വിസിറ്റിംഗ് വിസയ്ക്ക് പോയി വരാം, അതിനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മലദ്വാർ ഈ ഗോൾഡ്. ഗോൾഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടുന്ന് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നാട്ടിൽ ഇറക്കിയാല് എത്രയാണോ 40,000 രൂപ. അവൻ മലദ്വാർ ഗോൾഡും കൊണ്ടുവരും, ഇവർ കുമ്മറം ഗോൾഡും കൊണ്ടുവരാം. പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്ന കാരിയർ ആയിട്ടാണ് ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇവര് കണ്ടിട്ടുള്ളത്. പൊട്ടത്തികളാണെന്ന് അവൻ തന്നെ പറഞ്ഞില്ലേ? 50,000 രൂപ എത്രയോ പൈസ കൊണ്ടുവന്ന ആൾക്കാർക്ക് അവർ തരും. അതായത് കൊണ്ടുവരുന്ന സാധനത്തിന്റെ അളവനുസരിച്ചാണ്. അതനുസരിച്ചിട്ട് അവർ നമുക്ക് പൈസ തരും. എത്രയാണോ അതനുസരിച്ചിട്ട് പൈസ തരും. ഇപ്പൊ ഒരു നിശ്ചിത ഒരു കണക്കുണ്ടാവും. ആ കണക്ക് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത്ര പൈസ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് ആ സാധനം കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ടായിരുന്നു എന്നോട് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല, അത് വേണ്ട എന്ന്. അതിനുശേഷം ഞാൻ ഇതുവരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങള് തമ്മിൽ പരസ്പരം ഇങ്ങനെ. എന്തായിരുന്നാലും അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കണ്ടേ? ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന വ്യാജേന ഒരു ഉസ്താദിനെ കൊണ്ട് എന്തൊക്കെയോ ഉഡായിപ്പിലൂടെ അതിനൊരു പ്രോഡക്റ്റും ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ഇവന് തീർത്താൽ തീരാത്ത പ്രണയദാഹമാണ്. പ്രണയത്തിനു വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനസ്സായിരുന്നു ബേബി എന്ന് വിളിക്കുന്ന ഷാജഹാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഷാജഹാൻ വീണ്ടും പ്രണയ തീരങ്ങൾ തേടിക്കൊണ്ടേയിരുന്നു. 4 കെട്ടി, 4 കെട്ടാത്തവൻ അറാം പറന്നവനാണെന്നൊക്കെയല്ലേ പറയാറ്. ശരി, 10 കെട്ടാത്തവൻ പന്നിക്ക് പറന്നവനാണെന്നൊക്കെ
പൊതുവെ ഒരു ചൊല്ലുണ്ട് കേട്ടോ. എന്തായിരുന്നാലും അവൻ മനുഷ്യന് പിറന്നവനാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് 8ാം ക്ലാസ്സുകാരി കിളുന്തിനെയാണ് കാക്കാക്കുട്ടൻ നോക്കിയതെല്ലാം, അതും ചീറ്റിപ്പോയി. അപ്പോഴാണ് ബസ്സിൽ ഒരു വേക്കൻസി ഇവരായിട്ട് തന്നെ ഒപ്പിച്ചു കൊടുക്കുന്നത് ഭർത്താവിന്. വേണും ചക്ക വേരിലും കായ്ക്കും. ഒടുവിൽ മലദ്വാർ ഗോൾഡിന് ഷാഹിന സമ്മതിക്കാതെ വന്നപ്പോൾ കാക്ക തനി നിറം പുറത്തെടുത്തു. കാക്കായ്ക്ക് പെട്ടെന്ന് പണക്കാരനാകണ്ടേ? ആ പണം ഉണ്ടാക്കാനുള്ള മാർഗത്തിനു വേണ്ടിയാണല്ലോ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലയിലാക്കുന്നത്. അങ്ങനെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലവീശി പിടിച്ച് മലദ്വാർ വിശാലമാക്കി ഗോൾഡ് നിറച്ചു കൊണ്ടുവരാനാണ് പാസ്പോർട്ട് എടുക്കണം എന്ന് കാക്ക ഷാഹിനയോട് പറയും. പൈസ കൊണ്ടുവന്ന ആൾക്കാർക്ക് അവർ തരും. അതായത് കൊണ്ടുവരുന്ന സാധനത്തിന്റെ അളവനുസരിച്ചാണ്. അതനുസരിച്ചിട്ട് അവർ നമുക്ക് പൈസ തരും. എത്രയാണോ അതനുസരിച്ചിട്ട് പൈസ തരും. ഇപ്പൊ ഒരു നിശ്ചിത ഒരു കണക്കുണ്ടാവും. ആ കണക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത്ര പൈസ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ട് മലദ്വാർ ആ സാധനം കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ടായിരുന്നു എന്നോട് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല, അത് വേണ്ട എന്ന്. അതിനുശേഷം ഞാൻ ഇതുവരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങള് തമ്മിൽ പരസ്പരം ഇങ്ങനെ ഒന്ന് അകന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ടിനോടെല്ലാം ഷെയർ ചെയ്യും. അപ്പം അവള് പറഞ്ഞു ഇങ്ങനെ ഒരു ഉസ്താദുണ്ട്, നമുക്ക് ഉസ്താദിന്റെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളുടെ കൂടെ ഉസ്താദിന്റെ അടുത്ത് പോയി. അവളുടെ വണ്ടിയിലായിരുന്നു പോയി, ഉസ്താദിന്റെ അടുത്ത് പോയി. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ചോദിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഫുഡൊക്കെ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. മൂപ്പര് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഇഷ്ടംമാതിരി. അപ്പം ചിലപ്പോൾ അതിലൂടെ ആയിരിക്കും കൈവശം മുമ്പിൽ ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താ കൈവശം എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു എന്താണ് കൈവശം ഒക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു 2-3 ദിവസം കഴിയുമ്പോൾ മനസ്സിലായി അത് നമ്മുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആരാണ് നമുക്ക് തരുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് തരുന്നത്, അത് തീവ്രമായിട്ടുള്ള ആ ഒരു ആസക്തി അതിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഇപ്പം അവൻ എനിക്ക് തന്നപ്പോൾ എനിക്ക് അവനെ വേണം, എനിക്ക് അവന്റെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഫീൽ തോന്നൽ എനിക്ക് വേറെ ആരും വേണ്ട, സ്ട്രോങ് ആയിട്ട് അത് അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഈ കൈവേഷം ഉള്ളിൽ ചെന്നതുകൊണ്ടാണ്. ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല കേട്ടോ. അങ്ങനെ പല പെൺകുട്ടികൾക്കും ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആരെന്ത് പറഞ്ഞാലും അവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ആ കൈവേഷം പുറത്തേക്ക് എടുത്ത് കളയണം. അത് നമ്മൾ അറിയൂല നമ്മൾ കൈവേഷം തന്ന വിവരം അറിയാതെ പോകുന്ന കാര്യം. കല്യാണം കഴിഞ്ഞ ഈ നാളുകളിൽ പിന്നെ എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യത്തെ 1-2 വർഷമൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തും നമ്മൾ പുറത്തൊക്കെ പോകും, കറങ്ങാനൊക്കെ പോകും. പിന്നെ പിന്നെ അത് കുറച്ച് മാറ്റം വന്നു തുടങ്ങി. ഞാൻ ഡെലിവറി കഴിഞ്ഞ നാട്ടിലേക്ക് വന്നു പറഞ്ഞപ്പോൾ മദറിലോ അമ്മായിമ്മയൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പം മൂപ്പത്തിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തട്ടയിടാണ്ട് പുറത്തിറങ്ങാൻ പാടില്ല, പിന്നെ പർദ്ദ ധരിക്കണം, അങ്ങനെയൊക്കെ ഫുൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതേപോലത്തെ ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു. ചില സമയം ഒന്ന് ജസ്റ്റ് നമ്മളിപ്പോ തലയിൽ തട്ടയിട്ട് ഒന്ന് ജസ്റ്റ് അതൊന്ന് പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ തുടങ്ങും തലയിൽ തട്ടിടുക. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു ടോർച്ചറിങ് ആയിരുന്നു. നമ്മൾ എവിടെ പോയാലും പർദ്ദ ഇടണം, മഫ്ത ഇടണം, മഫ്ത കുത്തണം. അപ്പം ആദ്യമൊക്കെ എന്നോട് പറഞ്ഞത് ഒന്നും വേണ്ട, നിനക്ക് ഇഷ്ടം പോലെ നടക്കാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല, പ്രശ്നമുള്ള കാര്യങ്ങളല്ല. പിന്നെ പിന്നെ അതൊക്കെ മാറി വന്നു, പതുക്കെ അത് മാറി വന്നു. പിന്നെ അത് മഫ്ത കുത്താനായി, മക്കനെ ചുറ്റി വേണം അവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി പോവാന്, അവൻ എന്ത് ഡ്രസ്സാണ് പറയുന്നത് ആ ഡ്രസ്സ് ഇട്ടിട്ട് വേണം നടക്കാന്, പുറത്തേക്ക് എവിടെ പോയാലും ഒക്കെ പറ്റും. ഇപ്പൊ ഫാമിലിന്റെ അടുത്ത് പോവാണെങ്കിലും ഇന്ന ഡ്രസ്സ് ഇട്ടിട്ടേ പോവാവുള്ളൂ, ഇന്ന പോലെ ഷോള് കുത്തിട്ടേ പോവാവുള്ളൂ, അങ്ങനത്തെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പം എങ്ങനെയാ അതിനോടൊക്കെ എങ്ങനെയാ പ്രതികരിച്ചിരുന്നത്? ആദ്യമൊക്കെ ഞാൻ പറഞ്ഞപ്പം ഞാൻ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. പക്ഷെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ ആയി. അപ്പൊ ഞാൻ അങ്ങോട്ടേക്കും തിരിച്ച് പറയാൻ വേണ്ടി തുടങ്ങി. കാരണം നമുക്കൊരു സ്വാതന്ത്ര്യം വേണമല്ലോ. കാരണം നമ്മൾ ആ സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്വതന്ത്രമായി നടക്കുന്ന തത്തേനെ പിടിച്ചിട്ട് നമ്മൾ കൂട്ടിലിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതേ സെയിം തിങ് തന്നെയായിരുന്നു. കൊച്ചിന് മുമ്പിൽ വെച്ചൊക്കെ മർദ്ദിക്കുകയും കരഞ്ഞ ഉറങ്ങിയ ദിവസങ്ങളുണ്ട്? തീർച്ചയായും ഒത്തിരി കൂടുതലും കരഞ്ഞുറങ്ങിയ ദിവസങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ലാസ്റ്റ് എന്നെ അടിച്ചത് എന്റെ കൊച്ചിനെ മുന്നിൽ വെച്ചിട്ടായിരുന്നു. അതും ഇപ്പോഴും എന്റെ കൊച്ചിന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് എന്നെ അടിച്ച ഒരു രംഗം. അപ്പൊ അതുകൊണ്ട് എന്റെ കൊച്ചു പോലും അവനോട് തീരെ ക്ഷമിക്കില്ല. കാരണം അവൾക്ക് മനസ്സിലായി എന്താണ് അവളുടെ പപ്പ എന്നുള്ളത് അവൾക്ക് മനസ്സിലായി. മാതാപിതാക്കളടക്കം തള്ളിപ്പറഞ്ഞ് ഇറങ്ങിപ്പോയത് ഒരു കുറ്റബോധത്തിലോട്ട് നയിക്കപ്പെട്ടോ? സത്യം, തീർച്ചയായിട്ടും. ഞാൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, എന്റെ പേരൻസ് ഒക്കെ എന്തോരം വേദനിച്ചിട്ടുണ്ടോ, എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണം എന്നുള്ളൊരു തോന്നലുണ്ട്. ഞാൻ എങ്ങനെ എന്റെ വീട്ടിലേക്ക് കയറി ചെല്ലും, അവരെന്നെ സ്വീകരിക്കുമോ, ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാവുമോ, അങ്ങനെ പല ചിന്തകളായിരുന്നു. അപ്പൊ ഞാൻ മാക്സിമം ശ്രമിക്കുന്നത്, ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്ന് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ ഒരു അനുഭവം ഒരു പെൺകുട്ടികൾക്കും ഇക്കാലത്തും ഉണ്ടാവരുത്. കാരണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയുന്നത്. ഇനി ഏതെങ്കിലും ഇപ്പൊ അറിയാതെയോ എങ്ങനെ ഒരു ഒരു മുസ്ലിമിന്റെ ഒരു വലയിൽ ചെന്ന് പെട്ടാൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ജീവിതം നമുക്ക് അവിടെ കിട്ടുകയില്ല. അത് 100% ഉറപ്പാണ്. വീട്ടുകാരുടെ ഭാഗത്തുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു ആ മുസ്ലിം യുവാവുമായിട്ട് ജീവിതം ഒന്നിച്ച് ആരംഭിച്ചപ്പോൾ?
ഞാന് എന്റെ വീട്ടുകാരെ ധിക്കരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. അപ്പൊ അതിന്റെ ദേഷ്യം എന്തായാലും എന്റെ വീട്ടുകാരുടെ ഉള്ളിലുണ്ടാവും. അവര് തീരെ അക്സെപ്റ്റ് ചെയ്യൂല. കാരണം എന്നെ 2, 3 പ്രാവശ്യം വിളിച്ചു. "നീ തിരിച്ചു പോ. അവന്റെ കൂടെ പോകരുത്, പോകരുത്." ഞാൻ കൂടെ പോയിട്ട് പോലും എന്റെ വീട്ടുകാർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, "നിങ്ങൾ എന്റെ കാര്യം നോക്കണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം" എന്ന് പറഞ്ഞ് 2 തട്ടാക്കിയിട്ട് ശരിക്കുള്ള ആ ബന്ധം അട്ടിമറിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്. പിന്നെ ഒരു ജീവിതമൊക്കെ ഇതാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ വരണം എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനൊരു ദിവസം എന്റെ അമ്മേനെ വിളിച്ചു അങ്ങനെ ചോദിച്ചു. പലപ്പോഴും ഇങ്ങനെ ലവ് ജിഹാദിൽ അകപ്പെട്ട് മുറിയന്റെ വലയിൽപ്പെട്ട് പോയി കഴിഞ്ഞ് അവിടെ കിടന്ന് നീറും പെൺകുട്ടികൾ. വീട്ടുകാർ യാതൊരു കണക്ഷനും ഉണ്ടാകത്തില്ല. വീട്ടുകാരെങ്ങാനും ഒന്ന് വിളിച്ചാൽ ഇവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടാമല്ലോ എന്ന് ചിന്തിക്കുന്ന അനേകായിരം പെൺകുട്ടികളുണ്ട്. എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇനിയും തിരിച്ച് വീട്ടുകാരെ ഞാൻ അങ്ങോട്ട് വിളിച്ച് കയറി ചെന്നാൽ എന്താകും എന്ന് ചിന്തിച്ച് ഭയപ്പാടോടുകൂടി നിൽക്കുന്നവർ. ഒരുപക്ഷെ വീട്ടുകാരൊന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ അവർ ഫാനിൽ തൂങ്ങിയാടില്ല. ആ വീട്ടിനകത്ത് ഗ്യാസ് പൊട്ടി മരിക്കില്ല. ഏതെങ്കിലും നദിയില് അജ്ഞാത ശരീരം പോലെ അവസാനിക്കില്ല. വീട്ടുകാരൊന്ന് സമാധാനിച്ചാ മതി. നമ്മള് ഒരു ചൊല്ലില്ലേ, വേലി ചാടുന്ന പശുവിന് കോല് കൊണ്ടു മരണം. അതെ, ചാടി ശരിക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരാനും ആ തെറ്റ് തിരുത്താനും ആഗ്രഹിക്കും, കൊതിക്കും. അതിനൊരവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നത് ക്ഷമയുള്ള നല്ലവരായിട്ടുള്ള മാതാപിതാക്കളുടെ കടമയാണ്. എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കട്ടെ എവിടെയെങ്കിലും എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അത് ചെയ്യണം എന്നാണ് എൻ്റെ പക്ഷം. പറഞ്ഞു. "അപ്പൊ എന്തിനാ നീ വിളിച്ചത്? നീ നിന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതല്ലേ?" മമ്മി കുറെ ഷൗട്ട് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ അതിനൊക്കെ ക്ഷമയൊക്കെ ചോദിച്ചു, ഇതാക്കി, ഞാൻ കരഞ്ഞു പിടിച്ചു. അപ്പം അവർക്ക് സ്വന്തം മകളാണല്ലോ എന്തായാലും. പിന്നെ ഞാൻ എന്റെ കാര്യങ്ങളും വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം അവരുടെ മനസ്സൊക്കെ ഒന്ന് തണുത്തു. പിന്നെ എന്റെ ബ്രദറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞാൻ തിരിച്ച് എന്റെ വീട്ടിലേക്ക്. അപ്പം ബന്ധമൊക്കെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വന്ന സ്ഥിതിക്ക് പള്ളിയുമായിട്ടൊക്കെ അടുക്കാനൊക്കെയാണ് തീരുമാനം? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. എന്റെ വിശ്വാസ പ്രഖ്യാപനം കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ തിരിച്ചും ഇപ്പൊ വീണ്ടും ക്രിസ്ത്യാനിയായി. ഇപ്പൊ മമ്മീന്റെ കൂടെ ഡെയിലി പള്ളിയിൽ പോകുന്നുണ്ട്. പിന്നെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഒരു മടിയുണ്ടെങ്കിൽ ഇപ്പം ഏകദേശം എല്ലാം സെറ്റായി. ഇപ്പം കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കാനും ദൈവത്തോടൊപ്പം ആയിരിക്കാനും ആണ് എന്റെ തീരുമാനവും. എനിക്ക് അങ്ങനെ ഒരു അവസരം എപ്പോഴും നൽകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പൊ കൊന്തയൊക്കെ ചെല്ലാറുണ്ടോ? പ്രാർത്ഥിക്കാറ്? പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്ക് എങ്ങനെ പ്രാർത്ഥന? ഇങ്ങനെ ഇവരുടെ വലയിൽ അകപ്പെട്ടിട്ട് രക്ഷപ്പെടാൻ സാധിക്കാതെ ജീവിതം മുഴുവനും നരകയാതന അനുഭവിക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് അല്ലെങ്കിലും 10,000-കണക്കിന് കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ പെട്ടുപോയി. ഒരാവേശത്തിൽ എടുത്ത് ചാടുന്നതാ. പിന്നീട് 9 ആവേശത്തിന് ഒരു പക്ഷേ തിരിച്ചു കയറാൻ പറ്റിയെന്ന് വരില്ല. അവര് തന്നെ അത് തിരിച്ചറിയുക. പക്ഷേ എത്ര കണ്ട് തിരിച്ചറിഞ്ഞാലും കമലാസുരയ്യയെ പോലെ അകപ്പെട്ടു പോകുന്ന, അഖിലാഹാദിയമാരെ പോലെ അകപ്പെട്ടു പോകുന്ന ചില ആളുകളുണ്ട്. ഇപ്പോ വേറൊരു പെൺകുട്ടിയുണ്ട്, ആതിര. ഈ പെൺകുട്ടിയൊക്കെ ആയിഷയായി പോയി. ആ സമയത്ത് എം എം അക്ബറും ടീമും ഒക്കെ ഈ കുട്ടിയുടെ ഇന്റർവ്യൂ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഈ പെൺകുട്ടി വീട്ടുകാർക്ക് എഴുതിയ കത്തുകൾ പരസ്യപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെ നടന്നു. പിന്നീട് പെൺകുട്ടിക്ക് തന്നെ കാര്യം മനസ്സിലായിട്ട് ആ പെൺകുട്ടി തിരിച്ചു വരാൻ തയ്യാറായി. എനിക്ക് മതം വേണ്ട എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു സാഹചര്യവുമുണ്ട്. എനിക്ക് ഇസ്ലാം എന്ന മതം വേണ്ട, എനിക്ക് ആതിരയായിട്ട് തന്നെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ആ പെൺകുട്ടി ആയിഷയായ സമയത്തുണ്ടാക്കിയ വീഡിയോകൾ, വീട്ടുകാരെ കൺവിൻസ് ചെയ്യുന്നതിനു വേണ്ടി ഇറക്കിയ കത്തുകള്, ഇതൊക്കെ ഇന്നും ഇത് കാണിച്ചു തന്നെയാണ് എം എം അക്ബർ ആളുകളെ ഈ വലയിലേക്ക് പിടിച്ചിടുന്നത്. ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ തുറന്നു പറയുന്നുണ്ട്. നോക്കട്ടെ, ഒരു പെൺകുട്ടി പ്രണയക്കെണിയിൽ അകപ്പെട്ടിട്ട് ഇദ്ദേഹത്തോട് വരുന്നതും ഇദ്ദേഹത്തോട് സംസാരിക്കുന്നതും ഒക്കെ നോക്കട്ടെ. ഡോക്ടറാണ്. അപ്പൊ ഞാൻ അപ്പൻ ഉണ്ട്. അപ്പൻ
ഈ അടുത്ത നാളില് ഒരു പെൺകുട്ടി എന്റെ അടുത്ത് വളരെ വിചിത്രമായ ഒരു ആഗ്രഹമായിട്ട് വന്നു. അവളുടെ അപ്പനും ഉണ്ട് കൂടെ. പിതാവേ, ഞാനൊരു മുസ്ലിം ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ്. അവളും ഡോക്ടറാണ്, ഒറ്റ മോളാണ്, ഡോക്ടറാണ്. അപ്പൊ ഞാൻ അപ്പനും ഉണ്ട്, അപ്പനും സമ്മതമൊക്കെയാണോ? അപ്പൻ ഇങ്ങനെ മിണ്ടാതിരിപ്പുണ്ട്. അവളുടെ ആഗ്രഹം ഇതാണ്, എനിക്ക് പള്ളിയിൽ വെച്ച് ഒരു ആശീർവാദം തരണം. ഇപ്പോഴത്തെ ഫാഷൻ അതാണല്ലോ, ഇഷ്ടമുള്ളത് പോയി കിട്ടുക, എന്നിട്ട് പള്ളിയിൽ വന്ന് ഒരു ആശീർവാദം മേടിക്കുക, എന്നിട്ട് അതെടുത്ത് ഫേസ്ബുക്കിൽ ഇടുക. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, മോളെ അവൻ വരുമോ നിന്റെ കൂടെ? അവൻ വരും. കാരണം അവർക്ക് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മേൽ ഉള്ള പ്രതിജ്ഞകൾ മാത്രമേ അവർക്ക് വാലിഡ് ആയിട്ടുള്ളൂ. അവർ വന്ന് ഏത് ബൈബിളിന് മുമ്പിൽ വന്ന് വെച്ച് വേണമെങ്കിൽ പ്രതിജ്ഞയൊക്കെ എടുക്കും. കാരണം അവർക്ക് ബൈൻഡിങ് ആണ്, അതാണ് അവരുടെ മതത്തിന്റെ പ്രത്യേകത. അവൻ വരും. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതായാലും നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കത്തില്ല, പിന്നെ നമുക്ക് എന്നാത്തിനായി ആശീർവാദം? അല്ല പിതാവേ, എനിക്ക് ആശീർവാദം വേണം, ഞാൻ ഇത്രയും വർഷം ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു, എനിക്ക് ആശീർവാദം വേണം. അപ്പൊ ഞാൻ പറയുന്ന ആശീർവാദം മാത്രം മതിയല്ലോ, അപ്പൊ പള്ളി വെച്ച് വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വിചാരിച്ചിട്ട് മുറി വെച്ചൊരു ആശീർവാദം എന്നുള്ള രീതി ഞങ്ങളുടെ എഗ്രിമെന്റിലൊക്കെ എത്തിപ്പിരിഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, മോളെ നീ പോകാൻ വരട്ടെ, നീ എനിക്ക് ഒരു ക്ഷമ തന്നിട്ട് പോകണം, എന്നോട് നീ ക്ഷമിക്കണം. പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമായി. പിതാവ് എന്തിനാ എന്നോട് ക്ഷമ? ഞാനല്ല പിതാവിനോട് ക്ഷമ. ഞാൻ പറഞ്ഞല്ല, എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം. കാരണം ഇത്രയും വർഷം നിന്നെ വേദപാഠം പഠിപ്പിച്ചിട്ട് ഇത്രയും മിടുക്കിയായ നിന്നെപ്പോലൊരു പെൺകുട്ടിയുടെ ഉള്ളിൽ ഈശോ ഏകരക്ഷകനാണെന്നും പ്രണയത്തിന്റെയോ വിവാഹത്തിന്റെയോ പേരിൽ ഒഴിവാക്കാനാവുന്നതല്ല നമ്മുടെ കർത്താവായ ഈശോ മിശിഹ എന്നും പഠിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി, എന്റെ രൂപത പരാജയപ്പെട്ടു പോയി, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ തന്നെ അവളോട് ചോദിച്ചു, മോളെ നിന്നോടുള്ള പ്രണയത്തെ പ്രതി അവൻ നിന്റെ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാവോ? പറഞ്ഞ അവളോട് പറയാ, ഞാൻ ചോദിച്ചതാ പിതാവേ, പക്ഷെ അവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആ. അപ്പൊ പിന്നെ നമ്മളാരാ? വീക്കാ. നമ്മൾ എല്ലാവരും പറയുന്നത് മതം പഠിപ്പിക്കുന്നത്, മതം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയത ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ വലിയ മത തീവ്രവാദം ഉണ്ടാവും. നമ്മൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ചത് 12 വർഷം നമ്മൾ പഠിപ്പിച്ചത് നമ്മുടെ സമൂഹത്തിൽ ഒറ്റ തീവ്രവാദി ഉണ്ടായിട്ടില്ല. നമുക്ക് എവിടെയും അഭിമാനപൂർവ്വം പറയാം. പക്ഷെ നേരെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാമോ? തീഷ്ണമതികളും ഇല്ല. ഈ അടുത്ത നാളില് ഒരു പെൺകുട്ടി എന്റെ അടുത്ത് 12 വർഷം സൺഡേ സ്കൂള് പഠിപ്പിച്ചിട്ട് ഒരു തീവ്രവാദി ഉണ്ടോ എന്നതാണ് ചോദ്യം. ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മദ്രസകളിലൂടെ 100 കണക്കിന് തീവ്രവാദികൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഒരു തീവ്രവാദി ഉണ്ടോ ക്രിസ്ത്യാനികളിൽ എന്നതാണ് ഇത് ചോദിക്കാൻ ക്രിസ്ത്യാനികളിൽ അധികം ആളുകൾക്കും ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്വബോധം വേണം, മതമാണു ഞങ്ങളുടെ പ്രശ്നമെന്ന് പറയുമ്പോൾ മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി മാറി നിന്ന് ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെക്കേണ്ടി വരുന്ന മതേതര വിശ്വാസികൾ തിരിച്ചറിയണം ഇവരുടെയൊക്കെ ഉള്ളിൽ എന്താണ്. കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. കേട്ടോ, ഒരേ പാർട്ടിയുടെ ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ 2 പേർ തരാതരം അവസരങ്ങൾക്കൊപ്പിച്ച് മാറ്റിയും മറിച്ചും തിരുത്തിയും പറയാൻ അഭിപ്രായങ്ങൾ കീറാമുട്ടിയൊന്നുമല്ലല്ലോ, മാറ്റാമല്ലോ, നിലപാടുകൾക്ക് മാറ്റം വരുത്താമല്ലോ. അത് തന്നെയാണ് ഇവരും പറയുന്നത്. കൊള്ളയടി പറ്റുമല്ലോ, കള്ളുകുടി എന്താ, കള്ളു കുടിച്ചാല് എന്താ, വ്യഭിചരിച്ചാല് 1000 പേരുടെ തലകൾ അരിഞ്ഞാൽ എന്താ പ്രശ്നം? എതിർത്ത് നിൽക്കുന്നവരെ ഒക്കെ ഇല്ലാതാക്കുക എന്നത് ഇസ്ലാമിന്റെ ആശയ അടിത്തറയിൽ അല്ലേ? പക്ഷേ ഇസ്ലാം എന്താണ് എന്നും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഐഡിയോളജി എന്താണെന്നും സിമിയുടെ നേതാവായിട്ടുള്ള KT ജലീലിന് അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇസ്ലാമിനെ കുറിച്ച് KT ജലീലിന് അറിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് സഭയിൽ ഉറക്കെ പറഞ്ഞ ഒരു നേതാവ് കൂടിയല്ലേ ഇദ്ദേഹം. മതപരമായി തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയടിയും ബലാത്കാരവും കൊലയുമൊക്കെ തെറ്റാണോ? അല്ല. അത് ഞങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾ ഞങ്ങളുടെ കുതിര കയറുന്നത് ഞങ്ങളുടെ മേലെ. പക്ഷേ ഒരു മുസ്ലിം നേതാവ് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇന്ന് മതം വിടണമെന്നൊന്നുമില്ല, മതത്തിനകത്തെ തെണ്ടിത്തരങ്ങൾ ഉറക്കെ പറയാൻ ഇസ്ലാം മത വിശ്വാസികൾ തന്നെ സന്നദ്ധരായി രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു. എന്താ നിങ്ങൾ വിചാരിച്ചേ? ലീഗില് സാമ്പത്തിക കുറ്റം എന്ന് പറയുന്നത് ഹലാലായ കാര്യം, ഹറാമല്ല. ലീഗിൽ ഇന്നോളം സാമ്പത്തിക കുറ്റത്തിന് പുറത്താക്കപ്പെട്ട ഒരാളുണ്ടോ? MC കമറുദ്ദീൻ മദ്രസ പീഡനങ്ങളുടെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരു ഉസ്താദുണ്ടോ?
കൊള്ളയടിയും കള്ളുകുടിയും മലദ്വാർ ഗോൾഡിന്റെയും പേരിൽ പുറത്താക്കപ്പെട്ട ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ? ചോദിക്ക് ജലീൽ ഉസ്താദ്. വർഷങ്ങളോളം ജയിലിൽ കിടന്നത് എന്തിനാണ്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല, ആൾക്കാരെ പറ്റിച്ചതിനാണ്. ബിസിനസ് ഷെയർ കൂട്ടിയിട്ട്. ലീഗിന്റെ കാസർഗോഡ് ജില്ലയിലെ മറ്റൊരു ഭാരവാഹി KS തങ്ങൾ ഈ ഫാഷൻ ഗോൾഡ് തട്ടിപ്പിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയാണ്. അദ്ദേഹം മാസങ്ങളായി ഇത് പറഞ്ഞപ്പോഴാണ് അൽ മുക്താദിറിനെ ഓർമ്മ വന്നത്. ലക്ഷക്കണക്കിന് ആളുകളുടെ മില്യൺ കണക്കിന് പണമാണ് ഹലാൽ ജ്വല്ലറി എന്ന പേരില് സംരംഭമായും അഡ്വാൻസ്ഡ് പേയ്മെന്റ് ആയിട്ടും ബിസിനസ്സിലേക്ക് ഇടുന്ന ഷെയർ ആയിട്ടുമൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയത്. എന്നിട്ട് അവന്റെ വീടിന് മുമ്പിൽ കഞ്ഞി വെച്ച് കുറച്ച് ആളുകൾ നിരാഹാര സത്യാഗ്രഹം കിടന്നു. നോമ്പ് വരുമ്പോൾ 27-ാം രാവിന്റെ കഞ്ഞി നോമ്പു തുറ അൽ മുക്താദിർ വക. തീർന്നില്ലേ കാര്യം? പള്ളി വെക്കാൻ ശരി, 5 കോടി രൂപ ഞങ്ങളുടെ വക. ഇവനെതിരെ ആരേലും മിണ്ടുമോ? ഇപ്പോ ജയിലിൽ തന്നെ ഒരു കേസ് കഴിയുമ്പോൾ വേറൊരു കേസിന് നേരെ പോവാണ്. ഇന്ന് വരെ MC കമറുദ്ദീനെ പുറത്താക്കിയിട്ടില്ല മുസ്ലിം ലീഗ്. ലീഗിന്റെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും വഞ്ചിക്കപ്പെട്ട ലീഗുകാരായിട്ടുള്ള ആളുകൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു പൈസ വാങ്ങിത്തരാൻ. ഒരാൾക്കും പൈസ കിട്ടിയിട്ടില്ല. TP ഹാരിസിന്റെ കാര്യം, ലീഗുകാരാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇസ്മായിൽ മൂത്തേടത്തിന്റെ പ്രശ്നം, നമ്മുടെ ഏറനാട് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാപ്പാന്റെ ഭൂമി തട്ടിയെടുത്തു എന്ന്. നമ്മളാരുമല്ല, DYFI-കാരനല്ല പരാതിക്കാരൻ, അയാളെ പുറത്താക്കുക ചെയ്തത്. അപ്പൊ സാമ്പത്തിക കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചാൽ അവരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ക്ഷേത്രഭൂമിയിൽ ഒരു ഇസ്ലാമിക സംഘടന ജിഹാദ് ബാനറും പിടിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്താൻ ഇറങ്ങുന്നത് സംഘപരിവാരന് കിട്ടുന്ന ലോട്ടറിയാണ് എന്നറിയാത്തവരായി ആരാണുള്ളത്? അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നാടകത്തിന് ഇവരിറങ്ങിയത്. എന്ത് ചെയ്താലും പറഞ്ഞാലും ഒടുവില് സംഘപരിവാരങ്ങളുടെ നെഞ്ചത്തിട്ടാ മതി. മാടായിപ്പാറയിലെ ക്ഷേത്ര പരിസരത്ത്, ക്ഷേത്രമുറ്റത്താണ് ഹമാസിനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കുറെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇറങ്ങി തിരിച്ചത്. എന്നിട്ട് അവര് പ്ലാൻ ചെയ്യുന്നു, അവര് നടപ്പിൽ വരുത്തുന്നു. അവർക്ക് സംഗതി വയറിലായാ മതിയായിരുന്നു. കൃത്യമായിട്ട് അവർക്ക് സംഗതി വയറിൽ തന്നെയായി. അത് കഴിഞ്ഞപ്പോൾ അതും സംഘപരിവാരങ്ങളുടെ തലയിൽ കൊണ്ടിട്ടു. അയ്യോ, ഇവർക്കൊക്കെ ഇനി എന്നാണോ വെളിവ് വരുന്നത്? സംഭവമേ പരാമർശിക്കുന്നില്ല. പഹൽഗാമില് 26 ഭാരതീയര് മതം നോക്കി വെടിവെച്ച് കൊല്ലപ്പെട്ടു എന്നൊരു സംഭവം ഈ ഒരു ഗ്രൂപ്പുകളിലും ഇല്ല. നാളത്തെ 14 നിയോജക മണ്ഡലങ്ങളിൽ വരുന്നത് ഒരു ഗ്രൂപ്പിലും ഉണ്ടാകത്തില്ല. പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരല്ല ഇവിടുത്തെ പ്രശ്നം, കൊന്നവരാണ്. അതിന് മുസ്ലിം ലീഗ് ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരങ്ങളും ഇസ്ലാമികമല്ലേ സുഹൃത്തേ? ശരിക്ക് എന്താണ് ഇസ്ലാം? ആരാണ് മുസ്ലിം? അവർക്ക് ഈ ഉച്ചയും കുത്തി മറിയുന്നതിലൂടെയും താടിയിലൂടെയും തലപ്പാവിലൂടെയും തൊപ്പിയിലൂടെയും ഒക്കെ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് എന്ന് ഒരു മുസ്ലിം പുരോഹിതൻ തന്നെ പറയട്ടെ. നമ്മൾ പറയുന്നില്ല. ഇസ്ലാം മതത്തിന്റെ കാര്യം നോക്കൂ നിങ്ങൾ. ഒരാൾ ജനിക്കുന്നു, അയാൾക്ക് ഒരു അറബി പേരിടുന്നു, അയാൾ അങ്ങനെ ജീവിച്ച് വലുതായി മദ്രസയിൽ പോകുന്നു, കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിക്കുന്നു, കല്യാണം കഴിക്കുന്നു, മക്കളാകുന്നു, പള്ളിയിൽ പോകുന്നു, നിസ്കരിക്കുന്നു, റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നു, പറ്റുമെങ്കിലും ഹജ്ജിനൊക്കെ പോയി അയാൾ അങ്ങ് മരിച്ചു പോകും. ചാസുണ്ടെങ്കിൽ കുറച്ച് പോത്തിനെ അറക്കുന്നു, ഉദഹിയത്ത് എന്ന പേരിലോ അക്കീഖത്ത് എന്ന പേരിലോ പോത്തിനെ അറക്കുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ചില ആളുകളാണെങ്കിൽ താടി വെക്കുന്നു. ഇങ്ങനെ ഇതാണ് മതം എന്ന് അയാൾ വിചാരിക്കുന്നു. അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നു? ഒന്നും ലഭിക്കുന്നില്ല. കുറെ രോമങ്ങൾ മതത്തിന്റെ ഭാഗമായി വളരുന്നുണ്ട്. അയാളുടെ നെറ്റിയിൽ ഒരു തഴമ്പുണ്ടാകുന്നുണ്ട്. അയാൾ കുറച്ച് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്. അയാൾ പെരുന്നാൾ എന്ന പേരിൽ ആഘോഷത്തിന് കുറച്ച് പുത്തൻ വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അയാളുടെ കയ്യിലുള്ളതൊക്കെ മറ്റുള്ളവർക്ക് ചിലപ്പോഴൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല കാര്യം. പക്ഷെ അയാൾ മതത്തെ കണ്ടുവോ? മതത്തെ തൊട്ടുവോ? അയാൾ മതത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചുവോ? അയാൾക്ക് അതിന്റെ ഒരു ആനന്ദം ഉണ്ടായോ? അനുഭവപ്പെട്ടോ? ഇല്ല. ഇങ്ങനെയാണ് മതം ആചരിക്കുന്നത്. ഇത് തന്നെയല്ലേ നമ്മളും പറയുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മതവിമർശനം. ആലിയ നായ ഉമ്മാടെ അടുത്ത് വന്നതാണോ, അതോ വാപ്പ പട്ടിയുടെ അടുത്ത് പോയതാണോ? എങ്ങനെ മോളെ നീ ഉണ്ടായത്? എങ്ങനെയാ ആലിയ ഉണ്ടായത്?
ആലിയ അല്ലേ, അവരുടെ പേര് ആലിയ എന്നല്ലേ? അപ്പൊ നായിന്റെ മോൾ എന്ന വിളി വാപ്പ വിളിച്ച് പഠിപ്പിച്ചതാ, ഉമ്മ വിളിച്ച് പഠിപ്പിച്ചതാ. അപ്പൊ പിന്നെ അങ്ങനെ ആകാനല്ലേ തരമുള്ളൂ. സാരമില്ല, ധൈര്യമായിട്ട് വിളിച്ചോ. നിങ്ങളുടെയൊക്കെ പക്ഷത്ത് നിന്ന് ഇത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ ആലിയയെ പോലെ അല്ല എല്ലാ മുസ്ലിം പെൺകുട്ടികളും. തലയ്ക്കകത്ത് വെളിവുള്ള, വെള്ളിയാഴ്ചയുള്ള വെളിച്ചം വച്ചിട്ടുള്ള ആളുകളുണ്ട് മുസ്ലിം പെൺകുട്ടികളില്. അറിയാം, എന്നിട്ടാണ് നിങ്ങളിത് അതല്ല, കുറെ വീട്ടിലുണ്ട് പാരന്റ്സ്. നമ്മൾ ഈ മലപ്പുറം ഏരിയയിലാണ് അത് കൂടുതലായിട്ടുള്ളത് എന്നാണ്. ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ ഓള് പറഞ്ഞ് എന്താ നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഒരിക്കലും കെട്ടിക്കൂല. അത് വെറുതെയാണ്. കാരണം കുറെ വീട്ടിലുണ്ട് പാരന്റ്സ്, നമ്മൾ എത്ര നോ പറഞ്ഞു കഴിഞ്ഞാലും ഈ അത് ചെയ്യൂലെന്നുണ്ടെങ്കിൽ അന്ന് ഇത്രയും കാലം വളർത്തിയത് എന്തിനാണ്? നമ്മൾ എന്താ അങ്ങനെ നമ്മളൊരു പക്വതയിൽ കെട്ടുമ്പോൾ നമുക്കും അവിടെ ഓപ്ഷൻ ഉണ്ടല്ലോ. കാരണം ഇന്ത്യ കൺസെപ്റ്റ് രണ്ടാളും ഈക്വൽ ആണ്. ഒരു വീട്ടിൽ ജോലി പെണ്ണ് മാത്രം അങ്ങനെ എടുക്കാമെന്ന് എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് വിവാഹം വേണ്ടെന്ന് തീരുമാനിക്കുന്നു. കേരളത്തിലെ പെൺകുട്ടികളുടെ ട്രെൻഡാണ് ഇപ്പത്. ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിന് അഡിക്റ്റുകളാണ്. വിവാഹം വേണ്ട തീരുമാനിക്കുക. എന്റെ കാര്യം, വിവാഹമൊക്കെ ആകുമ്പോൾ ചില നിയന്ത്രണങ്ങളൊക്കെ വേണ്ടി വരും. ഇത് അവർ കാണണം, പാടണം, പറക്കണം, ചേക്കേറണം, പണം സ്വരൂ കൂട്ടണം. അതിന് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം വേണം. ലഹരിയുടെ മായാലോകത്ത് അവർക്ക് ചുറ്റിക്കറങ്ങണം, സങ്കല്പ ലോകത്ത് വിരാജിക്കണം. ഇതിനുവേണ്ടി എന്തും ചെയ്യാൻ അവർ റെഡിയാണ്. ആക്ഷേപിക്കാനല്ലത് പറയുന്നത്. പക്ഷെ ഇപ്പൊ കാലം കൊണ്ട് ചിന്താഗതി മാറി. നമ്മുടെ പാരന്റ്സിന്റെ ചിന്താഗതിയൊക്കെ ഓരോന്ന് കണ്ടിട്ട് എല്ലാവർക്കും അവർക്ക് പെൺകുട്ടികൾക്ക് കല്യാണത്തിനേക്കാൾ ഉപരി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്റെ മുമ്പിൽ മക്കൾ നന്നായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധിയായ രക്ഷിതാക്കളുണ്ട്. പ്രത്യേകിച്ച് ഉമ്മമാരും സഹോദരിമാരുണ്ട്. എങ്ങനെയാവണം നമ്മുടെ മക്കൾ, അതിലേറെ എങ്ങനെയാവരുത് നമ്മുടെ മക്കൾ എന്നത് വിശദീകരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിരന്തരമായി അവരുടെ പിറകെ കൂടേണ്ടതുണ്ട്. സംഭവിച്ച കാര്യമാണ്, പുള്ളി പള്ളി പോകത്തില്ല, നിസ്കരിക്കത്തില്ല, ഓതത്തില്ല. അപ്പൊ പുള്ളി പറയുന്നത് പെൺകുട്ടികൾ പഠിക്കണ്ട, കല്യാണം കഴിച്ചോ. ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യം, എനിക്ക് PG എടുക്കണം. പറഞ്ഞു കല്യാണം കഴിഞ്ഞാണ് PG എടുക്കാലോ. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചെടുക്കാനും എടുത്തോളൂ, PG എടുക്കാൻ പറ്റത്തില്ല. ഭാര്യ ഒരു ജോലി മക്കളെ വളർത്താനുള്ളതാണ്, തന്റെ സമൂഹത്തെ വളർത്താനുള്ളതാണ്, അവരുടെ വീട് വൃത്തി കൊണ്ട് നടക്കാനുള്ളതാണ്. പക്ഷെ ഇത് പറഞ്ഞാൽ ഇന്ന് ആൾക്കാർ നമ്മളെ ചെറുതാക്കി ഒരു പെൺകുട്ടിയുടെ ബാധ്യത എന്താണ്? പേറുക, വീട് വൃത്തിയാക്കുക, കുട്ടികൾക്ക് അവരെ കഴുകിയും കുളിപ്പിച്ചും വൃത്തിയാക്കി ഭക്ഷണം കൊടുത്തും ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഭർത്താവിന്റെ വീട്ടുകാരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കി കുട്ടികൾക്ക് അബുൻ, ഇബിനുൻ, ഉമ്മുൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് വീട്ടിലിരുത്തിയാൽ മതിയെന്ന്. പെണ്ണ് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന രീതി കേരളത്തിലെ മുസ്ലിം കുടുംബങ്ങളോട് വേണ്ട എന്ന് പറഞ്ഞത് ശ്രീ റഹ്മത്തുള്ള കാസിമി മൂത്തേടമാണ്. നിങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്നാ പറഞ്ഞത്. പക്ഷേ കുറച്ച് പാഴുകളുണ്ട് കേട്ടോ, അവർക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. മാറുമറയ്ക്കാനുള്ള സമരത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്ന് ഒരു വീഡിയോ ഇട്ടൊരു ഷോർട്സാണ്. ഈ മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി അന്ന് പൊരുതി, ഇന്ന് തുറക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ്. ശരിക്ക് ഈ മാറുമറയ്ക്കൽ സമരത്തെക്കുറിച്ച് അധികം ആളുകൾക്കും അറിയത്തില്ല കാര്യം. ആരാണ് സമരം ചെയ്തത്? അന്ന് ആർക്കായിരുന്നു മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നത്? അതറിഞ്ഞിട്ടാണോ ഇവരിങ്ങനെ വിമർശിക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ കാണിച്ചു പറഞ്ഞതെങ്കിൽ പണ്ട് മാറുമറയ്ക്കൽ സമരം ചെയ്തതാണോ? ചെയ്തിട്ടാണ് നമ്മുടെ പൂർവികരൊക്കെ പോയിട്ട് സമരം ചെയ്ത് ഈ സ്വാതന്ത്ര്യം മേടിച്ചെടുത്ത. എന്നിട്ട് ഇപ്പൊ അവൾമാർക്ക് വേണ്ടിട്ട് എത്രയോ കഷ്ടപ്പെട്ട് നമ്മുടെ പൂർവികർ സമരം ചെയ്തു മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെന്നോ? കൊച്ചെ, മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തതെന്ന് മുസ്ലിങ്ങൾക്കായിരുന്നില്ല. ആ സമരത്തിൽ പങ്കെടുത്തത് മുസ്ലിങ്ങളായിരുന്നില്ല. അയ്യോ, പണ്ട് മാറുമറയ്ക്കൽ സമരം ചെയ്തതാണോ? ചെയ്തിട്ടാണ് നമ്മുടെ പൂർവികരൊക്കെ പോയിട്ട് സമരം ചെയ്ത് ഈ സ്വാതന്ത്ര്യം മേടിച്ചെടുത്ത. എന്നിട്ട് ഇപ്പൊ അവൾമാർക്ക് വേണ്ടിട്ട് എത്രയോ കഷ്ടപ്പെട്ട് സമരം ചെയ്ത് രാപ്പകലില്ലാതെ നടന്ന പൂർവികരൊക്കെ ഇപ്പൊ മണ്ണോട് മണ്ണായിട്ട് ഉള്ളവർക്കൊക്കെ ഇതിപ്പോ തുറന്നിട്ട് നടക്കണം. അല്ല, താത്ത ഫുള്ള് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, പകുതി തലമുടിയും പുറത്താണ്, ശബ്ദവും കാണുന്നുണ്ട്. ഇതൊക്കെ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് മുസ്ലിം പുരോഹിതന്മാര് സമരം ചെയ്യുന്നത്. ആദ്യം നമ്മുടെ സമരത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോരെ ആരാന്റെ നെഞ്ചത്ത് പഞ്ഞിക്കിടൽ. റീച്ച് കിട്ടുള്ളൂ. ആ സായി പല്ലവിയൊക്കെ കണ്ടുപിടിക്കണം. ശരിക്കും പറയാം, ആ പെണ്ണ് നല്ല പെണ്ണ്. സുനി കുറച്ച് വീഡിയോക്ക് റീച്ച് കൂട്ടുന്ന ആൾക്കാർക്കെതിരെയാണ് നമ്മൾ. അതെ, എന്റെ സമരം തന്നെ. സഹോദരി പറഞ്ഞതിന് തെറ്റുണ്ട് കേട്ടോ. ഈ മാറുമറയ്ക്കാനുള്ള സമരം നടന്നില്ലേ, അത് എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടല്ല. അത് ഈ ലോവർ കാസ്റ്റ് സ്ത്രീകൾക്ക് മാത്രമാണ് മൂടാൻ അവകാശം ഇല്ലാതിരുന്നത് കേട്ടോ.
നിങ്ങൾക്ക് ഹിസ്റ്ററി അറിയാം എന്നിട്ടാണ് നിങ്ങളിത് പറഞ്ഞതെങ്കിൽ അതിനകത്ത് പക്കാ മാനവികത ഇരട്ട വിരുദ്ധതയുണ്ട്. എന്താണ് ആ ഇരട്ട വിരുദ്ധത എന്ന് ഞാൻ പറയാം. സഹോദരി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുമാർക്ക് മൂടാൻ സമരം ആരോ ചെയ്തു നേടിക്കൊടുത്തു. ഇന്ന് അവളുമാർ ഊരി നടക്കുന്നു. ഇന്നത്തെ ഊരി നടക്കുന്ന സ്ത്രീകൾ ഈക്വൽ ടു അന്ന് ലോവർ കാസ്റ്റ് സ്ത്രീകളുടെ പിൻഗാമികൾ എന്നാണ് മീനിങ്. അതായത് അന്ന് അധിക്ഷേപിക്കപ്പെട്ടവർ ഇന്നും എളിമയില്ലാത്തവർ എന്ന ജാതിപരമായ അടിവരയിടൽ. ഓക്കെ, ഈ മാറുമറക്കൽ സമരമില്ലേ, അത് ഈ ലോവർ കാസ്റ്റ് സ്ത്രീകൾക്ക് മനുഷ്യാവകാശം സെക്യൂർ ചെയ്യാനായിട്ട് ഉണ്ടായതാണ്. ഫോർ അവർ മൂടിക്കെട്ടി നടക്കുന്ന നിയമം കൊണ്ടുവന്നതല്ല കേട്ടോ. കാസ്റ്റ് ഇൻസൾട്ടും ഹിസ്റ്ററി ട്വിസ്റ്റുമാണ്. അതാണ് ഇതിലെ ഇരട്ട മാനവികത വിരുദ്ധത എന്ന് പറയുന്നത്. സായി പല്ലവിക്കും ഡ്രസ് ഫ്രീഡം ഉണ്ട്, സഹോദരിക്കും ഡ്രസ് ഫ്രീഡം, സഹോദരിയുടെ ഭർത്താവിനും ഉണ്ടെന്ന് കൺമുന്നിലും സോഷ്യൽ മീഡിയയിലും സഹോദരി തന്നെ കാണുന്നുണ്ടല്ലോ. ഇത് സഹോദരി ഇപ്പൊ വസ്ത്രം അത് ആരെങ്കിലും ഊരി മാറ്റണമെന്ന് പറഞ്ഞാലും അത് ഇങ്ങനെ ഇടണമെന്ന് നിർബന്ധിച്ചാലും അതൊന്നും പാലിക്കേണ്ട ബാധ്യത സഹോദരിക്കില്ല. ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ വസ്ത്രമാണ്, ഇതെന്റെ ചോയ്സ് ആണ് എന്ന് പറഞ്ഞാൽ മതി. ഫലമായി ആരെങ്കിലും ഊരി മാറ്റാൻ നോക്കിയാലോ, അതിപ്പോ ഭരണകൂടമായാലും ശരി, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഉറച്ചെതിർക്കും. ആരില്ലെങ്കിലും ഒട്ട സഹോദരിയുടെ ഒപ്പം എതിർക്കാനുണ്ട്. അതാണ് ഫെമിനിസം. ഓക്കെ, വേറൊരു കാര്യം കൂടെ പറയാം. ഈ തുണി കുറച്ച് റീച്ച് കൂട്ടുന്നവർക്കെതിരെ അല്ല സഹോദരി സമരം ചെയ്യേണ്ടത്. അവരുടെ ഒന്നും റീച്ച് ഇല്ലായ്മയോ റീച്ചോ ഒന്നും സഹോദരിനെ ബാധിക്കാനേ പോകുന്നില്ല. അതേസമയം സോഷ്യൽ മീഡിയയിലോ സമൂഹത്തിലോ മറ്റുള്ളവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യുന്നവർക്കെതിരെയാണ് നമ്മൾ സമരം ചെയ്യേണ്ടത്. കാരണം അത് നാളെ നമ്മുടെ വസ്ത്ര ഈ പോയിന്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. റീച്ചു കൂട്ടുന്നതിന് വേണ്ടി തുണി കുറയ്ക്കുന്നവർക്കെതിരെ അല്ല നിങ്ങൾ സമരം ചെയ്യേണ്ടതും ശബ്ദിക്കേണ്ടതും. മറിച്ച് മറ്റുള്ളവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കയറി കയ്യേറ്റം ചെയ്യുന്നത്. അവർക്ക് എന്തു വേഷവും ധരിക്കാം, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. തുണിയില്ലാതെ നടക്കുന്നതാണ് ചില ആളുകൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയതെങ്കിൽ അവർ തുണിയില്ലാതെ. അതിനകത്ത് ഒരു അഭിപ്രായം പറയാൻ നിങ്ങളാരാ? ഞാൻ ചിലപ്പോൾ തട്ടമിടും, ചിലപ്പോൾ തട്ടമിടത്തില്ല. അതെന്റെ സ്വാതന്ത്ര്യമാണ് എന്ത് വസ്ത്രം ധരിക്കണം എന്ന്. അതിനകത്ത് കയറി നിങ്ങൾ ഉണ്ടാക്കണ്ടെന്നായി പറഞ്ഞു വരുന്നത്. സഹോദരിയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനും ഭീഷണിയാവും. ഈ സഹോദരി മറ്റുള്ള സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല. അതിനെ എതിർക്കാൻ വരുന്ന ആരെങ്കിലും ഈ സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ഷെയിം ചെയ്യരുത് കേട്ടോ. അവർക്ക് അവരിടുന്ന ഏത് വസ്ത്രവും ഇടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് അവരെ ഒന്ന് ഓർമ്മിപ്പിക്കൽ മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അവർക്ക് ലിപ്സ്റ്റിക് ഇടാം, ക്യാമറയുടെ മുമ്പിൽ വരാം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം, അതിനൊന്നും ഒരു പ്രോബ്ലവുമില്ല. തന്നെയുമല്ല, അവരുടെ വേഷം നിങ്ങളൊന്ന് നോക്കിക്കേ. ഫുള്ള് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഫേഷ്യലൊക്കെ ചെയ്ത് ഒരുങ്ങി വന്ന് നിന്നിട്ട് കണ്ണൊക്കെ എഴുതി പുരികമൊക്കെ ഷേപ്പ് ചെയ്ത് അതൊക്കെ ചെയ്തിട്ടാണ് വന്നത്. വളവളാന്ന് വിളിച്ചു. നമ്മുടെ പൂർത്തികളൊക്കെ പോയിട്ട് സമരം ചെയ്ത് ഈ സാധനം മേടിച്ചെടുത്ത എന്നിട്ട് ഇപ്പൊ അവൾമാർക്ക് വേണ്ടിട്ട് എത്രയും കഷ്ടപ്പെട്ട് സമരം ചെയ്ത് ഇവർക്കെല്ലാം പറ്റും. ഇങ്ങനെയാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും. ഇവർക്ക് എന്തും പറ്റും. വേറെ ആരും ഒന്നും പറയാൻ പാടില്ല. ഇവർക്ക് ഇവര് ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് അംഗീകരിച്ച് മിണ്ടാതെ നിന്നു കൊടുത്താൽ ഒരു പ്രോബ്ലവുമില്ല. ഇവരെ ഒരാളും എതിർക്കരുത്. പക്ഷേ മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് തന്നെ ഇതിനെ ശക്തമായി എതിർത്ത് രംഗത്ത് വരുന്ന ആളുകളുണ്ട്. ഈ കോഴിക്കോട് അത് വലിയ രൂപത്തിൽ ഒരു ആശ്വാസമാണ്. നമ്മുടെ TP സുൽഫത്തിനെ പോലെയുള്ള ആളുകൾ അതിന് അനുകൂലമായ രൂപത്തിൽ തന്നെ സംസാരിക്കാറുണ്ട്. കാരണം ഇവിടെ മുത്തലാഖ് പോലെയുള്ള, ബഹുഭാര്യത്വം പോലെയുള്ള, പിന്നെ വിവാഹമുക്തയായ സ്ത്രീയുടെ ജീവനാംശം, അനന്തരാവകാശം, മുത്തലാഖ്, ഇതുപോലെയുള്ള വിഷയങ്ങളിൽ സ്ത്രീകളല്ലാതെ പിന്നെ ആരാ സംസാരിക്കുക? നമ്മുടെ TP സുൽഫത്തിന്റെ ഒരു വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടുന്ന ഒരു വീഡിയോ പ്രഭാഷണമുണ്ട്. തട്ടമിട്ട ഒരു യുവതി തന്റെ ഫേസ്ബുക്കിലൂടെ ഹിന്ദു സമുദായത്തെ അഭിസംബോധന ചെയ്യുന്നതാണ്. പലരും അതെനിക്ക് അയച്ചു തന്നെങ്കിലും ഇന്ന് മാത്രമാണ് അതെനിക്ക് കേൾക്കാൻ സാധിച്ചത്. ഈ പ്രഭാഷണം നടത്തിയ യുവതി എനിക്ക് നേരിട്ടറിയാം. സുൽഫത്ത് എന്നാണ് അവളുടെ പേര്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിന് സമീപം അമരമ്പലത്താണ് സുൽഫത്തിന്റെ വീട്. എനിക്ക് സുൽഫത്തിനെ അറിയാവുന്നത് 2021 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് വാർത്തകളിൽ അവർ നിറഞ്ഞു നിന്നപ്പോഴാണ്. ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന സുൽഫത്ത്
മോദിയുടെ ഭരണപരിഷ്കാരങ്ങളിൽ സംതൃപ്തയായതോടെ പതിയെ പതിയെ മോദിക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബി ജെ പിയിൽ ചേരുകയായിരുന്നു. മറ്റു രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും സുൽഫത്തിനില്ല. എന്നാൽ ട്രിപ്പിൾ തലാഖ് നിർത്തിയതടക്കം മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മോദി നടത്തുന്ന പരിഷ്കാരങ്ങളെ പരസ്യമായി അംഗീകരിക്കണം എന്ന് സുൽഫത്തിന് തോന്നുന്നു. അങ്ങനെ സുൽഫത്ത് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷേ സുൽഫത്തിന്റെ നാട്ടിൽ ബി ജെ പിക്കാരില്ലാത്തതുകൊണ്ട്, ബി ജെ പി മത്സരിക്കാത്തതുകൊണ്ട്, വോട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സുൽഫത്ത് രംഗത്ത് വരുന്നു. അന്ന് ഞങ്ങൾ സുൽഫത്തിന്റെ അഭിമുഖം എടുത്തിരുന്നു. ഞാൻ സുൽഫത്തിനോട് സംസാരിച്ചിരുന്നു. അതിനുശേഷം 2 വർഷമായി സുൽഫത്തിന് ആ തീരുമാനത്തിന് വില ഒരുപാട് കൊടുക്കേണ്ടി വന്നു. കുടുംബജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ സുൽഫത്തിന്റെ പൊതുപ്രവർത്തനം മാറുന്ന സാഹചര്യം ഉണ്ടായി. 4 സഹോദരന്മാർക്ക് ഏക സഹോദരിയാണ് അവർ ഒറ്റപ്പെടുത്തി. അങ്ങനെയുള്ള ദുരിതങ്ങൾക്ക് അനുഭവിച്ചിട്ടും ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ കഷ്ടപ്പാടുകളും യാതനകളും ഇല്ലാതാക്കാൻ മോദിക്ക് കഴിയൂ. അതുകൊണ്ട് മോദിയെ പിന്തുണയ്ക്കണമെന്ന ഉറച്ച ബോധ്യത്തിലാണ് സുൽഫത്ത്. ആ സുൽഫത്താണ് ഇവിടെ സംസാരിക്കുന്നത്. ഞാൻ സുൽഫത്തിനെ വിളിച്ച് ചോദിച്ചു, ഇത്തരമൊരു പ്രഭാഷണം നടത്താനുള്ള പശ്ചാത്തലം. സുൽഫത്ത് പറയുന്നത്, ഞാൻ അടിയുറച്ച മുസ്ലിം വിശ്വാസിയാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിൽ സ്ത്രീകൾക്ക് വലിയ വിവേചനമുണ്ട്. അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന്, അവരുടെ അതിജീവനത്തിന് മോദിക്കും ബി ജെ പിക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ആ വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് സുൽഫത്തിന്റെ പ്രസംഗം. സുൽഫത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടതിന്റെ അത്യാവശ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഒപ്പം ഹിന്ദു സമുദായത്തിലെ പെൺകുട്ടികളിൽ പലരും എന്തുകൊണ്ടാണ് മുസ്ലിം ചെറുപ്പക്കാർക്കൊപ്പം ഒളിച്ചോടി പോകുന്നത്, അങ്ങനെ പോയാൽ അവരുടെ ഭാവി എന്താണ്, അത് തടയാൻ എന്താണ് വഴി എന്ന് വ്യക്തമായി പറയും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിന് ഇല്ലാത്തൊരു കുഴപ്പം ഹിന്ദു സമുദായത്തിനുണ്ട്. കുട്ടികളെ അവരുടെ മതം പഠിപ്പിക്കുന്നില്ല. ക്രിസ്ത്യൻ മുസ്ലിം സമുദായം കുട്ടികളെ ഏതാണ്ട് 18 വയസ്സ് വരെ മതം പഠിപ്പിക്കുന്നുണ്ട്. സുൽഫത്ത് മതം തന്നെയാണ് പറയുന്നത്, മക്കളെ എങ്ങനെയെങ്കിലും മതം പഠിപ്പിക്കുക എന്നത്. എന്തായാലും സുൽഫത്തിന്റെ കൗതുകമുണർത്തുന്ന വാദഗതികൾ മുഴുവൻ കേൾക്കുക. എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്ത് ഒരു കോളേജ് വിദ്യാർത്ഥിനി പരീക്ഷ എഴുതാൻ പോയതാണ്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഏകദേശം 6-7 ദിവസമായി പോയിട്ട്. അപ്പൊ വീട്ടുകാരെ സംശയം എന്ന് വെച്ചാൽ ഒരു മുസ്ലിം പയ്യനുമായിട്ട് അടുപ്പുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ കേൾക്കാൻ കഴിഞ്ഞത്. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ആ കുട്ടിയെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ എനിക്ക് ഫോണിലും വീട്ടിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ അവർക്കും അവരെ പോലെ സംശയങ്ങൾ ചോദിച്ച മറ്റു ചിലർക്കും പിന്നെ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ഞാൻ 2 വാക്ക് പറയാണ്. അപ്പൊ അവർ ചോദിച്ച ചോദ്യമാണ്, പൊന്നാനിയിൽ പോയിട്ട് കാര്യമുണ്ടോ, അവിടെ അന്വേഷിച്ചാൽ പറ്റുമോ എന്നുള്ളത്. നിങ്ങളെ കുട്ടികൾ പോയി കഴിഞ്ഞിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സാധാരണക്കാരനായ മുസ്ലിം പയ്യന്റെ കൂടെയാണ് ഈ കുട്ടി പോയിട്ടുണ്ടെങ്കിൽ വല്ല ലോഡ്ജുകളിലോ വല്ല വീടുകളിലോ ഒന്ന് തെരഞ്ഞാൽ മതി, കിട്ടും. കാരണം ആ മുസ്ലിം പയ്യന്റെ വീട്ടുകാരും ഇതിന് കൂട്ടു നിൽക്കുന്നില്ല. സാധാ പയ്യനാണ് കിട്ടോ. പക്ഷെ ഇയാൾ കുറച്ച് തീവ്ര സ്വഭാവമുള്ള, മുസ്ലിങ്ങളിൽ കുറച്ച് തീവ്ര സ്വഭാവമുള്ള, എല്ലാം തീരുമാനിച്ചിറങ്ങിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്നൊന്നും കിട്ടില്ല. കാരണം അതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ടാവും. അത് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. അതിനി തലയിൽ തട്ടൊക്കെ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അല്ലാതെ രക്ഷയില്ല. ഞാൻ ഈ കുട്ടിന്റെ കാര്യമല്ല പറഞ്ഞത്. ഇങ്ങനെ പോകുന്ന കുട്ടികളെ, കുട്ടിക്ക് എന്താ സംഭവിച്ചെന്നറിയില്ല. എന്തായാലും അങ്ങനെ സംശയം അവർ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഒരു നിയമം വരുന്ന ഏക സിവിൽ കോഡ് വരുന്നപ്പോൾ ശരിയാവും. ഇത് ഈ ഏക സിവിൽ കോഡ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ആർക്കാണ്? ഹിന്ദു വിഭാഗത്തിനും മുസ്ലിം സ്ത്രീകൾക്കും. മുസ്ലിം സ്ത്രീകൾക്ക് വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഈ ആണുങ്ങൾ ഇത് തോന്നുമ്പോൾ കെട്ടുക, തോന്നുമ്പോൾ ഒഴിവാക്കുക, പിന്നെ 4 കെട്ടെണ്ണം കെട്ടതൊന്നും നടക്കൂല. ഏക സിവിൽ കോഡ് എല്ലാവർക്കും നിയമം. ഹിന്ദുക്കൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ അങ്ങനെ തട്ടിക്കൊണ്ടോലും മതം മാറ്റലും അതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഭാഗം വരും. പക്ഷെ ഇതൊക്കെ ആരും ചിന്തിക്കണ്ടോ? ഇവിടെ എല്ലാവരും പിന്നെ കമ്മ്യൂണിസ്റ്റ്, പിന്നെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ചിന്താവിളിച്ച് നടക്കല്ലേ. എന്താണ് ഈ മോദി ചെയ്യുന്നത്? ഈ നന്മകളൊക്കെ മനസ്സിലാക്കട്ടെ, ഇതിനനുസരിച്ച് നീങ്ങട്ടെ, ഇതിൽ ഒന്ന് നിൽക്കട്ടെ. കുറെ കാലമായി കേരളത്തിലൊക്കെ LDF, UDF, കോൺഗ്രസ് മാറ്റി ചേർന്ന് നടക്കുന്നത് ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ ഇനിയൊക്കെ തന്നെയെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക എന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നിങ്ങൾ ഹിന്ദുക്കൾ താമസിക്കുന്ന ഭാഗത്ത്, ഹിന്ദുക്കൾ കൂടുതൽ താമസിക്കുന്ന ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെ 1 കിലോമീറ്ററോ അല്ലെങ്കിൽ 2 കിലോമീറ്റർ അങ്ങനെയൊക്കെ നിങ്ങളെ സൗകര്യം പോലെ ഒരു വീടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഷെഡോ ഒക്കെ കെട്ടിയിട്ട് ഈ കുട്ടികളെ ഒരു 5 വയസ്സ് മുതൽ ഒരു പ്രായപൂർത്തിയാവണ വരെ 18 വയസ്സാവണ വരെ അവർക്ക് ഹിന്ദു സംസ്കാരങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ മാതാവ് എന്താണ്, പിതാവ് എന്താണെന്നും ആരെ കൂടെ കഴിയേണ്ടതും എല്ലാ മതസ്ഥരും ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്, ഇന്നതാണ് മുസ്ലിമിന്റെ നിയമം, ഇന്നതാണ് ക്രിസ്ത്യാനിയുടെ നിയമം, ഇന്നതാണ് ഹിന്ദു സംസ്കാരം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറച്ച് അറിവുകൾ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കും. ഒരു കുട്ടികൾ ഓടി പോകില്ല, ചാടി പോകില്ല, അവന്റെ അമ്മനെ അച്ഛനെ വിട്ട് പോകില്ല. നിങ്ങൾ നോട്ടു കുറച്ച് മുമ്പ് എന്താണ് അവർ പറയാ, ആദ്യം ഹിന്ദു ആയിരുന്ന പേര് ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ നമ്മളൊക്കെ എത്ര കരഞ്ഞിട്ടുണ്ട് ആ ഒരു അച്ഛനും അമ്മയും ചാനലിലൊക്കെ വന്ന സമയത്ത്. എന്താണ് അച്ഛനും അമ്മയും പറഞ്ഞ, മോളെ നിന്നെ പഠിപ്പിച്ച് ഇത്ര വലുതാക്കിയില്ല, നീ മാത്രമല്ലേ ഞങ്ങൾക്കുള്ളൂ, എത്ര ലക്ഷങ്ങൾ നിനക്ക് ചിലവഴിച്ചു, എന്നിട്ട് ഞങ്ങൾ കാണാൻ പോലും നിനക്ക് സമയമല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് കാര്യമാണ്. എന്താണ് കാര്യണത്? ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഗ്രന്ഥങ്ങൾ അങ്ങനെ, പിന്നെ അമ്മനെ കാണാൻ അച്ഛനെ കാണാൻ സഹായിക്കുക ചെയ്യുക. പിന്നെ അവർക്ക് പഴയ പോലെ നിൽക്കാനോ കെട്ടിപ്പിടിക്കാനോ കൂട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാനോ കിട്ടുന്നില്ല. കാരണം അങ്ങനെ ഞങ്ങളെ മതം പിന്നെ വിട്ടയച്ചാൽ എന്താണ്? പിന്നെ അമ്മന്റെ അച്ഛന്റെയും കൃഷ്ണ രാമരാമ നാരായണ ഇങ്ങനെ ഹിന്ദുക്കളായിട്ടുള്ള സംസ്കാരങ്ങൾ വീണ്ടും ഇവിടെ പഠിക്കും. പിന്നെ ഇവർക്കുണ്ടായ കുട്ടികളും അത് പഠിക്കും. വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോകും എന്നുള്ള പേടി കാരണം കൂടുതൽ ആദ്യത്തെ പോലെ അങ്ങോട്ട് വിട്ടുതരില്ല. അപ്പൊ ശരിക്കും അവർ ഒറ്റപ്പെടുകയാണ്. പിന്നെ ഒരു ഹിന്ദു യുവതിനെ കെട്ടിയെന്ന് വിചാരിച്ചിട്ട് അവർ 2, 3, 4 കെട്ടി പറ്റിക്കുന്നില്ല. അവരാരെ കെട്ടിയാലും അവർക്ക് തോന്നി, മുസ്ലിമിനെ കെട്ടിയാലും ഹിന്ദുവിനെ കെട്ടിയാലും ഇവർക്ക് തോന്നാൻ കുറച്ച് കഴിഞ്ഞിട്ട് 1 കെട്ടം 2 കെട്ടം 3 കെട്ടം എന്ന് പറഞ്ഞാൽ അവർ കെട്ടും. കാരണം ഞങ്ങൾ മതത്തിലുള്ളതാണ്. അപ്പൊ ഇതൊന്നും വേണ്ട. എന്റെ മോള് ഒരു ഹിന്ദുവിൽ തന്നെ ജീവിക്കണം മരണം വരെ. എന്റെ മോള് ഞങ്ങളെ കൂടെ തന്നെ വേണം. എന്റെ മോള് ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള സംസ്കാരങ്ങൾ പഠിപ്പിക്കുക, അതിന്റെ സംവിധാനങ്ങൾ കാണും. അല്ലാത്തോളം കാലം ഏത് പോലീസ് ഉണ്ടായാലും പട്ടാളക്കാരുണ്ടായാലും നിങ്ങൾ പരാജയത്തിലാവും. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ ഏക സിവിൽ കോഡ് പെട്ടെന്ന് വരണം. എന്നാൽ പിന്നെ ഇത്ര നടക്കില്ല. എന്നാൽ കളക്ടർ നടക്കില്ല. അപ്പൊ കണ്ടോ നിങ്ങൾ 1 കെട്ടും 2 കെട്ടും 3 കെട്ടും കുറയുന്നില്ലേ? അതുകൊണ്ട് മുസ്ലിം യുവതികൾക്ക് പിന്നെ മുസ്ലിംസിന് കുറെ സ്ത്രീകൾക്ക് കുറെ സമാധാനമായില്ലേ? അതുപോലെ ഏക സിവിൽ കോഡ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ സമാധാനമാവും. നിങ്ങൾ ചേർന്ന് നിൽക്കുക. നമ്മൾ നല്ലൊരു പ്രധാനമന്ത്രി അല്ലേ അവിടെ നിൽക്കുന്നത്. പ്രധാനമന്ത്രിയോട് ചേർന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഹിന്ദുക്കളൊക്കെ മതം മാറി മുസ്ലിമിലോട്ട് വരണ്ടെന്നല്ലോ. ഇഷ്ടമുള്ളവർ വന്നോളൂ. ചിലരൊക്കെ ഉപദ്രവിക്കുന്നവരുള്ളൂ, അല്ലെങ്കിൽ ഈ പെണ്ണിനെ വെച്ച് 4 കിട്ടും, തിരിയോലൊക്കെ കിടത്ത്, അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് എന്താണോ, കുറച്ചൊക്കെ പ്രായം പക്വതയായിട്ട് ഇസ്ലാം മതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇഷ്ടമുള്ള മതസ്ഥരെ പ്രണയിച്ചോളൂ, ഇഷ്ടമുള്ള വിവാഹം ചെയ്തോളൂ, അതിനൊന്നും നമ്മുടെ രാജ്യത്ത് എതിർക്കില്ല. പക്ഷേ കുഞ്ഞു കുട്ടികളെ 16, 17, 18 വയസ്സായ കുട്ടികൾക്ക് എന്ത് വിവരമല്ല, എന്ത് മുസ്ലിം, എന്ത് ഹിന്ദു,
എന്ത് പ്രണയം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മുസ്ലിം പെൺകുട്ടികൾ ഒരെണ്ണം തന്നെയെങ്കിലും ഹിന്ദു യുവാവിനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അതെന്താണ്? ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവും, വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ. എന്താണ് അങ്ങനെ ചെയ്യാത്തത്? ഒന്ന്, ഞങ്ങൾക്ക് ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കാഫറാണ്, അവർക്ക് നരകാണ്. രണ്ടാമതായിട്ട് ഞങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഹിന്ദു യുവാവിനെ അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഒരു സുഖം സമാധാനം ഉണ്ടാവില്ല. അവിടെ ചിലപ്പോൾ വെട്ടലും കൊല്ലലും ഉണ്ടാവും. അപ്പൊ കലാപം വേണ്ട. പിന്നെ ഞങ്ങളുടെ പഠനങ്ങളും അങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഈ കേരളത്തിൽ എത്ര ഹിന്ദുക്കളായിട്ടുള്ള അച്ഛനമ്മമാരെ കണ്ണീര് നമ്മൾ കാണുന്നുണ്ട് ഓരോ വർഷത്തിലും ഓരോ മാസത്തിലും. പഴയതൊക്കെ പോട്ടെ, 1900 അതിന് മുമ്പത്തതൊക്കെ പോട്ടെ. ഇപ്പൊ ഞാൻ ജനിച്ചിട്ടുള്ള കാര്യം തന്നെ എനിക്ക് എത്ര എണ്ണം അറിയാമോ? എത്ര പെൺകുട്ടികൾ. അപ്പോൾ എനിക്ക് വളരെ അടുത്തറിയണ മലപ്പുറം ജില്ലയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, എന്റെ താഴെ കേട്ടോ. അയ്യോ, അതിന്റെ അമ്മയൊക്കെ അതിനെ വളർത്തിയത് കണ്ടു കഴിഞ്ഞാൽ ഇന്നും നമുക്ക് കണ്ണിൽ നിന്ന് ചോര വരും. നല്ല അത്യാവശ്യം സുന്ദരിയായിരുന്നു അതിന്റെ അമ്മ, നല്ല ചിരിയായിരുന്നു, നല്ല സന്തോഷത്തോടെ ചെയ്യുന്ന നല്ല ഹൈ ഫാമിലി ആയിരുന്നു കേട്ടോ. എപ്പോഴും അതിന്റെ മുഖത്ത് ചിരി മങ്ങിയല്ല. പക്ഷേ ഈ കുട്ടീനെ ഒരു 16-17 വയസ്സിലേക്കും തോന്നുന്ന ഒരു മുസ്ലിം പയ്യ, ആ വീട് അടുപ്പിലെ മുസ്ലിം പയ്യൻ കൊണ്ടുപോയി. അന്ന് മുതൽ ഇന്ന് വരെ വല്ലപ്പോഴും സ്ത്രീയെ ഞാൻ കാണാറുള്ളൂ കേട്ടോ. ഇപ്പൊ ഞാനൊരു 6 മാസം മുന്നേ കണ്ടു. അന്ന് ആ സ്ത്രീ അതേ സൗന്ദര്യമില്ല, പക്ഷെ ചിരിക്കുന്നില്ല, അടുത്തേക്ക് വരുന്നില്ല. ഇവിടെ ആകെ 2 മക്കളെ അതിനുള്ളൂ. അതിൽ വലിയ മോള് ഇങ്ങനെ പോയി. നാട്ടിൽ എത്ര പോലീസോ നിയമങ്ങളോ ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മളെ ഉപദേശത്തിനും വലുതായിട്ട് ഒന്നുമില്ല. അതാണ് നിങ്ങൾ ഹിന്ദുക്കളായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എത്ര സമയം സംസാരിച്ചത്, ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും കേട്ടിട്ടുണ്ടാവും. അതിൽ ഹിന്ദുക്കളോട് എനിക്ക് ഒന്നും കൂടെ പറയാനുള്ളത്, എന്റെ സംസാരങ്ങൾ നിങ്ങൾ ഒരാവർത്തി കൂടെ കേൾക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഹിന്ദുക്കൾ താമസിക്കുന്ന ഭാഗങ്ങളിൽ ചെറിയ കുട്ടികൾക്ക് നല്ല സംസ്കാരങ്ങൾ പഠിപ്പിക്കുന്ന ഓരോ പഠനശാലകൾ നിങ്ങൾ തുടങ്ങണം. ഞാനത് ഒരുപാട് ആവർത്തി പറഞ്ഞതാണ്. കാര്യമായിട്ട് 16, 17, 18, 19, 20 വയസ്സില്ല പിന്നെ ചെറിയ പ്രായക്കാരാണല്ലോ ഈ ഓടിപ്പോകുന്നു ചാടിപ്പോകുന്നത്. അപ്പൊ അതിന് ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാവും. അപ്പൊ 5 വയസ്സ് മുതൽ ഒരു 18 വയസ്സ് വരെ അവർക്ക് നല്ല നല്ല നിങ്ങളെ ഹിന്ദുക്കളായിട്ടുള്ള സംസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പഠനശാലകൾ തൊട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികളെ നഷ്ടപ്പെട്ടിട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നല്ല സംസ്കാരത്തോടെ വളർത്തിയാൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ഒരു 25-30 വയസ്സൊക്കെ ആയിട്ട് അവർക്കറിയാലോ ഏത് മതമാണ് നല്ലത്, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഒരു മതത്തിന് ജീവിക്കണ്ടേ, അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അപ്പൊ അവർ ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ. അപ്പൊ അതുവരെയൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കാൻ ഇതേ മാർഗുള്ളൂ. അതേപോലെ ഇത് കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാർ എത്രമാത്രം എന്നെ അംഗീകരിക്കും എന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാണ്, നിങ്ങൾ ദയവ് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഹിന്ദു കുട്ടിയെ കെട്ടിയേ അടങ്ങുള്ളൂ എന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചോളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ദയവ് വിചാരിച്ചിട്ട് ആ കുട്ടിന്റെ അച്ഛന്റെ അമ്മന്റെ അനുഗ്രഹത്തോടെ ആയിരിക്കണം കൊണ്ടുവരേണ്ടത്. കാരണം ഈ കണ്ണീർ കാണാൻ വയ്യായിട്ടാണ്. ഇപ്പോ ക്രിസ്ത്യൻ മതം അവര് സൺഡേ സ്കൂൾ വെച്ചിട്ട് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം മതം പിന്നെ 3-3.5 വയസ്സ് മുതലേ നിർബന്ധ മതപഠനമാണ് മദ്രസകളിലൂടെയും ദർസുകളിലൂടെയും. പിന്നീട് ആ പ്രോഫ്കോൺ എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നു മുജാഹിദിന്. പിന്നീട് മുജാഹിദുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും കൂടിയൊക്കെ QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകൾ കൊണ്ടുവന്നു. പിന്നെ ഉസ്താദുമാരുടെ മതപ്രഭാഷണ പരമ്പരകൾ, ഓൺലൈൻ ക്ലാസ്സുകൾ, ഇതിലൂടെയൊക്കെ അവര് മതം ശരിക്ക് പഠിക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദുക്കൾക്ക് ഒരു രൂപത്തിലും ഹൈന്ദവ ധർമ്മം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. നിങ്ങള് എന്താണ് ഹൈന്ദവ ധർമ്മം എന്ന് പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ശ്രുതി എന്ന പെൺകുട്ടി മതം മാറ്റ കേന്ദ്രത്തിലെത്തിയപ്പോൾ അവളോട് മനുഷ്യന്റെ രൂപവും ആനയുടെ തലയുമായിട്ട് നിങ്ങൾക്കൊരു ഭഗവാനോ, ഇത്രയധികം കൈകളും കാലുകളും തലകളും ഒക്കെ ആയിട്ട് നിങ്ങൾക്കൊരു ഭഗവാനോ എന്ന് ചോദിച്ചപ്പോൾ ശ്രുതി പെട്ടെന്ന് റഹ്മത്ത് എന്ന പേര് സ്വീകരിച്ചിട്ട് ഇസ്ലാമിലേക്കാകാൻ തീരുമാനിച്ചു. നിങ്ങളുടെ ഹൈന്ദവ മതധർമ്മം എന്താണ്, അതിലെ വിശ്വാസം എന്താണ് എന്ന് നിർബന്ധമായും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ മക്കൾ ഒരിക്കലും മുറിയന്റെ മതമാണ് ശരിയെന്ന് പറഞ്ഞ്, മുറിയന്റെ സ്നേഹമാണ് നിഷ്കളങ്കം എന്ന് പറഞ്ഞ്, മുറിയന്റെ പ്രേമത്തെ ദാഹിച്ചവര് മതം മാറാൻ തയ്യാറാകില്ല. നമ്മൾ പ്രേമ വിവാഹങ്ങൾക്ക് എതിരല്ല, ഇന്റർകാസ്റ്റ് മാരേജിനെതിരല്ല. പക്ഷേ മതം മാറുന്ന ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തേണ്ടുന്ന ചുമതല നമുക്കില്ലേ? നിമിഷ ഫാത്തിമയെ പോലെ, അഖില ഹാദിയയെ പോലെ, സോണിയ സെബാസ്റ്റ്യനെ പോലെ, മെറിൻ ജേക്കബിനെ പോലെ എത്രയോ ആളുകൾ മതം മാറി പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ മക്കള് പൊട്ടിത്തെറിക്കാൻ പോകത്തില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയെങ്കിലും നിങ്ങളുടെ മതദർശനങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഈ അളിഞ്ഞ മതം, ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന ക്യാൻസർ ആയിട്ടുള്ള ഈ ഇസ്ലാം എന്ന മതം പുറത്തു നിന്ന് നോക്കുമ്പോൾ അതിവിശാലമായ ഷോറൂമായിട്ട് നിങ്ങൾക്ക് തോന്നും. അകത്ത് കയറിയാലാണ് അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിപ്പറിയൂ എന്നതുപോലെ അതിനകത്ത് പെട്ടുകഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനമേ ഇല്ല. ഈ യാഥാർത്ഥ്യം ഒരു കമലാ സുരയ്യയിലൂടെയോ ഒരു അഖില ഹാദിയയിലൂടെയോ മാത്രമൊന്നും ഒതുങ്ങുന്ന പഠനമല്ല. മറിച്ച് ഇത് എന്താണ് എന്ന അനുഭവസ്ഥരായ ആളുകൾ തൊള്ള പൊട്ടുമാറുച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ
അറ്റ്ലീസ്റ്റ് അതൊന്ന് കേൾക്കാൻ വേണ്ടിയെങ്കിലും മനസ്സ് കാണിക്കണം. ടി.പി. സുൽഫത്ത് ഹൈന്ദവ സഹോദരങ്ങളെ എന്ന് വിളിച്ച് നമ്മളോട് പറയുന്ന ഈ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇത് കേട്ടിട്ടില്ലെങ്കിൽ, നാളെ ഒറ്റയ്ക്കിരുന്ന് നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് കാര്യമുണ്ടാകത്തില്ല. സൂരജ്, നമുക്ക് പോകാം.